പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ടു പഹൽഗാം. 4 നാൾ മുമ്പ് രാജ്യത്തിന്റെ തീരാവേദനയായ ആ താഴ്വരയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഒരിക്കൽ സ്വർഗത്തിന്റെ താഴ്വര എന്ന് പറഞ്ഞു കേട്ടിരുന്ന പഹൽഗാം വാലി മരണത്തിന്റെ താഴ്വരയായ ഞെട്ടൽ ഇപ്പോഴും മാറുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓർത്തു നോക്കണം, 26 നിരപരാധി മനുഷ്യരുടെ മരണം ആർത്തനാദങ്ങൾ കേട്ട അതേ താഴ്വരയിൽ നമ്മൾ ഇപ്പോഴും നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോഴും അതിന്റെ വല്ലാത്തൊരു ഞെട്ടൽ ഈ പ്രദേശവാസികളുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതിലെ അവരുടെ കടുത്ത രോഷം, കടുത്ത വേദന, കടുത്ത സങ്കടം, കടുത്ത നിരാശയൊക്കെ അവർ മറച്ചുവെക്കാതെ തന്നെ പ്രകടമാക്കുന്നുണ്ട്. അതിനിടയിലും പ്രകോപനം തുടരുന്നുണ്ട്. പാകിസ്ഥാൻ ആണവ രാജ്യമെന്ന് ഓർക്കണം എന്നുള്ളതാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ഏറ്റവും പുതിയ വിരട്ട്. അത് മാത്രമല്ല, ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഈ പിന്തുണയൊക്കെ നൽകിയിട്ട് വേണമെങ്കിൽ ഒരു ന്യൂട്രൽ അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പാക് പ്രധാനമന്ത്രി ഇന്ന് പറയുന്നത്. പ്രഹസനമാണ്. അപ്പൊ പ്രഹസനങ്ങൾ തുടരുമ്പോൾ രാജ്യം കാത്തിരിക്കുന്ന സർവ്വസംഹാരശേഷിയിലുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാൻ ഇപ്പോഴേ ഭയന്നു തുടങ്ങുന്നുണ്ടോ? അതിന്റെ ഭാഗമാണോ ഞങ്ങൾ ആണവ രാഷ്ട്രമാണ് എന്നൊക്കെയുള്ള വീമ്പിളക്കൽ? പഹൽഗാം വാലിയിലേക്ക്, ഗ്രൗണ്ട് സീറോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോവർ ഹിമാലയൻ മലനിരകളിൽപ്പെട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അധികം ഇരുട്ട് ഇപ്പോഴും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് മഞ്ഞു വീണ മലനിരകൾ മുകളിൽ കാണാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചുറ്റും മലകളാണ്, ചുറ്റും വലിയ വലിയ മലകളാണ്. അതിന്റെ പിന്നിൽ നമ്മൾ ആ ഭാഗത്തായാണ് ഈ പറയുന്ന ബൈസൺ വാലി, ഈ സംഭവം ഉണ്ടായ സ്ഥലം ആ ഭാഗത്തായിട്ടാണ്. ഇവിടെ ചുറ്റും പീർപ്പഞ്ചാല മലനിരകൾ, ഇതിന്റെ അങ്ങേ ഭാഗത്താണ്. പീർപ്പഞ്ചാല മലനിരകൾ ഇപ്പോഴും തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നതാണ് പറയപ്പെടുന്നത്. അതിമനോഹരമായ സ്ഥലം. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗം കശ്മീരാണെന്ന് പറയുന്നത് വെറുതെയല്ല. അത്രത്തോളം പ്രകൃതി ഭംഗിയുള്ള മനോഹരമായ സ്ഥലമാണ്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കാൻ ഇപ്പോൾ കഴിയില്ലല്ലോ. കാരണം നമ്മുടെ പ്രിയപ്പെട്ട 26 കൂടപ്പറപ്പുകളുടെ ചോര വീണ മണ്ണായി മാറുന്നു ഈ മണ്ണ്. അതിന് നീതി കിട്ടും വരെ നമുക്ക് ഇനി ഇവിടെ വന്ന് ഇത് വളരെ സീനിക് ബ്യൂട്ടിയുള്ള സ്ഥലമാണ് എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ നമ്മൾ ചർച്ചയിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിപ്പോൾ ചേരുന്നത് ബി ജെ പി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ ജോസഫ് ആന്റണി, റിട്ടയർഡ് ബ്രിഗേഡിയർ ഡോക്ടർ മോഹൻ പിള്ള, പ്രതിരോധ വിദഗ്ധൻ എന്നിവർ ചർച്ചയിലേക്ക് ചേരുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നേരത്തെ ആദ്യമൊക്കെ ഇവിടേക്ക് വരുമ്പോൾ ആളുകളുണ്ടായിരുന്നു. നേരത്തെ ബൽറാം പറയുന്നുണ്ടായിരുന്നു ഈ ദിവസമാകുമ്പോഴേക്കും ഇവിടെ സുരക്ഷ കൂടുതൽ കർശനമാക്കും. നമുക്ക് കാണാൻ കഴിയുന്നത് കവചിത പട്ടാള വാഹനങ്ങൾ, കുറച്ച് മാധ്യമപ്രവർത്തകർ മാത്രം ഇവിടെ കാണാം. പ്രദേശവാസികൾ അധികം കാണാനില്ല. കടകളധികം തുറന്നിട്ടില്ല. നേരത്തെ 18,000 രൂപ ഒരു ദിവസം വിലയുണ്ടായിരുന്ന ഹോട്ടൽ റൂം ഞങ്ങൾ ഇന്ന് എടുക്കുന്നത് ഒരു പെർ നൈറ്റ് 1,500 രൂപയ്ക്ക് എടുക്കുന്നത്. അത്രത്തോളം കുറഞ്ഞ ഹോട്ടൽ നിലയ്ക്ക് എത്താൻ അവർ നിർബന്ധിതമായിരിക്കുന്നു. അപ്പൊ അതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ, ടൂറിസ്റ്റുകളെ കൊണ്ട്, തീർത്ഥാടകരെ കൊണ്ട്, ടൂറിസ്റ്റുകളെ കൊണ്ട്, വിനോദസഞ്ചാരികളെ കൊണ്ട് അങ്ങേയറ്റം വലിയ തിരക്കുണ്ടായിരുന്നു. ഈ റോഡൊക്കെ നിറഞ്ഞൊഴുകി ഇരുന്ന ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്ന സമയമാണ് എന്ന് പറയപ്പെടുന്നു. ഇവിടെ ഇപ്പോൾ പരമശൂന്യമാണ്, അങ്ങേയറ്റം ശൂന്യമാണ്. പഹൽഗാമിന്റെ മണ്ണും പഹൽഗാം നിവാസികളുടെ മനസ്സും. ഞാൻ ശ്രീ ബ്രിഗേഡിയർ മോഹൻ പിള്ളയ്ക്ക് പോകുന്നു. ശ്രീ ബ്രിഗേഡിയർ മോഹൻ പിള്ള, അതിലുണ്ടായ ഏറ്റവും ഒടുവിലത്തെ ഡെവലപ്മെന്റ്, ഈ പറയുന്ന റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന ഈ സംഭവത്തിൽ അവരുടെ പങ്ക് നിരാകരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഉണ്ടായി വളരെ പെട്ടെന്ന് തന്നെ അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്ത അങ്ങേയറ്റത്തെ ബാർബാറിക്കായ അറ്റാക്ക് ഒരാഴ്ച തികയുമ്പോഴേക്കും 4 നാളാകുമ്പോഴേക്കും അത് ഞങ്ങൾ ചെയ്തതല്ല, അത് ഇന്ത്യക്കാർ തന്നെ ചെയ്ത ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷനാണ്, ഞങ്ങളുടെ തലയിൽ കിട്ടുവെക്കുകയാണ് എന്നൊക്കെ ഒരു നിരാകരണ പത്രക്കുറിപ്പ് ഇറക്കാനുള്ള കാരണം എന്താകും? ചേതോവികാരം എന്താകും? ബ്രിഗേഡിയർ മോഹൻപിള്ള. തീർച്ചയായിട്ടും പബ്ലിക് ഒപ്പീനിയൻ, ജനങ്ങളുടെ രോഷം അവിടെയുള്ള നമ്മൾ കണ്ടല്ലോ. അവിടെയുള്ള മെയിനായിട്ടുള്ള ക്രിക്കറ്റ് പ്ലെയേഴ്സ് പോലും ഈ ബാർബേറിക് അറ്റാക്കിന് എതിരായിട്ട്, അതുപോലെ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ എതിരായിട്ട് വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇത് വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതല്ലാതെ വേറെ ഒരു രീതിയും അവർക്ക് അവലംബിക്കാൻ പറ്റില്ല. പിന്നെ അവർക്ക് ഒരു സെക്കൻഡ് കൊണ്ട് മലക്കം മറയാൻ അറിയാവുന്നതുപോലെ വേറെ ആർക്കും മലക്കം മറയാൻ അറിയില്ല. കാര്യം ഇന്ത്യൻ ആർമി എത്രയോ ആൾക്കാരെ ബോർഡറിൽ അറ്റാക്കിൽ ക്ലോസ് കൗണ്ടറിൽ കൊന്നതിന് ശേഷം പോലും അവരതുപോലും ഓൺ ചെയ്യുന്നില്ല, അത് അവരുടെ ബോഡിയല്ല എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ ഇതിങ്ങനെ പറയുന്നതിൽ വലിയ അതിശയോക്തിയൊന്നുമില്ല. അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഇൻ്റർനാഷണൽ ഫോറത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിൽക്കാൻ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ ഉള്ള ഒരു അവസാന ഇതുവരെ അവർ ഉപയോഗിക്കും. അതാണ് അതിനകത്ത് കാര്യം വരുന്നത്. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ടെററിസ്ഥാനിലെ ഈ ഇന്റേണൽ കണ്ടീഷൻ വളരെ മോശമാണ്.
കാര്യം ഇപ്പം നമ്മൾ കണ്ടു തീർച്ചയായിട്ടും ആ ബലൂചിസ്ഥാനിൽ നടക്കുന്നത് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ പാകിസ്ഥാൻ മുസ്ലിം ലീഗും PPPയും കൊയിലേഷൻ ഗവൺമെൻറ്റാണ്. അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാലം ഏത് സമയത്ത് വലിക്കുമെന്നുള്ളത്, അതായത് ഗവൺമെൻറ് സ്റ്റെബിൾ അല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. പിന്നെ അവിടുത്തെ ഇക്കോണമി, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരു കാര്യം കൂടിയുണ്ട്. ഓവർ ആൻഡ് അബവ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്, അതായത് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് അമേരിക്കയെ ഹിൻഡ് ചെയ്യുന്നുണ്ട്. US പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങേയറ്റം ഭിക്ഷാപാത്രം എടുത്തു നിൽക്കുന്ന ഒരു രാജ്യമായ പാകിസ്ഥാൻ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഈ മുഷ്കിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഓർത്തു നോക്കൂ, അവിടുത്തെ പ്രതിരോധ മന്ത്രി ഞങ്ങൾ ആണവ രാഷ്ട്രമാണ് എന്നൊക്കെ ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഭീഷണി മുഴക്കണമെങ്കിൽ ഹൗ ഡെയർ എന്ന ചോദ്യം ഉയരുന്നില്ല ശ്രീ മോഹനപിള്ള. ഇവിടെ പാക് പ്രധാനമന്ത്രി ഈ പറയുന്ന ന്യൂട്രലായുള്ള ഒരു അന്വേഷണം ഞങ്ങൾ തയ്യാറാണ്, അത് ക്രെഡിബിൾ ആയിരിക്കണം, അത് സ്വതന്ത്ര ഏജൻസി ആയിരിക്കണം എന്നൊക്കെയുള്ള ഉപാധികളൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ഉപാധിയൊക്കെ ഇറക്കാനും മാത്രം എങ്ങനെയാണ് അവർക്കത്? ഇപ്പം നമ്മൾ നോർമൽ ഭാഷ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്, ചർച്ചയിൽ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. എന്നാലും എങ്ങനെയാണ് അവർക്കതിന് കഴിയുക ശ്രീ മോഹനപിള്ള? തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല ഹാഷിം. ഞാൻ അതിന് ഉദാഹരണം പറയാം. അതായത് വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യ നമ്മൾ ഐഫോൺ, ലാപ്ടോപ്പ് ഒക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അവരെന്തോ എക്സ്പോർട്ട് ചെയ്യുന്നത്? അവർ ടെററിസം എക്സ്പോർട്ട് ചെയ്യുവാണ്. അതുപോലെ നമ്മൾ സ്പേസിലോട്ട് ആൾക്കാരെ വിടുന്നു, അവർ ഭിക്ഷയാചിക്കാനായിട്ട് സൗദിയിലോട്ട് ആൾക്കാരെ വിടുന്നു. അവരുടെ കണ്ടീഷൻ അങ്ങനെയാണ്. അല്ലാതെ തന്നെ അവരെന്താ ചെയ്യുന്നത്? അതായത് നമ്മൾ ചൈനയ്ക്കെതിരായിട്ട് ശബ്ദം ഉയർത്തുന്നു, അവരുടെ എക്സ്പാൻഷൻ പോളിസിക്കെതിരായിട്ട്. പക്ഷേ പാകിസ്ഥാൻ എന്തുവാ വീണ്ടും ചൈനയുടെ കോളനി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു കണ്ടീഷനിൽ അവർക്ക് മേളിലോട്ട് വരാൻ യാതൊന്നുമില്ല. ഇനിയും ഒരു കാര്യം കൂടെ പറയട്ടെ, ഇവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഇന്ന് വരെ ആരും ടെസ്റ്റ് ചെയ്യുവോ റിയാലിറ്റിയിൽ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഇതൊക്കെ ഒരു പേപ്പർ ടൈഗറാണ്. കാര്യം നമ്മൾ ആ ഒരു പോളിസി ചേഞ്ച് ചെയ്തു എന്നാണ് എൻ്റെ അറിവ്. കാര്യം നോ ഫസ്റ്റ് യൂസ് എന്നുള്ള ഒരു പോളിസി വെച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്കൊരു പുറകോട്ടുള്ള ഒരു ബാക്ക് ഇതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ആ നോ ഫസ്റ്റ് യൂസ് എന്നുള്ള പോളിസി ഇല്ല ഈ ന്യൂക്ലിയർ ഇതിൽ വെച്ചിട്ട്. പക്ഷേ ഇതിനകത്തെല്ലാം അവർ ഈ കിടന്ന് കളിക്കുന്നതിൻ്റെ മുഖ്യ കാരണം ഞാൻ എല്ലാ ചർച്ചയിലും പറയുന്നത് പോലെ, നമുക്ക് അതായത് വി ലെയ്ഡ് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്, ദാറ്റ് ഈസ് US ബാസ്ക്കറ്റ്. ദാറ്റ് വാസ് ദ ബിഗസ്റ്റ് ബ്ലണ്ടർ വിച്ച് വി ആർ കമ്മിറ്റഡ്. അത് മാത്രം കൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോഴും ഞെളിവരി കൊള്ളുന്നത്. കാര്യം ദേ നോ ദാറ്റ്. അത് ഇന്ന് ഡൊണാൾഡ് ട്രംപ് അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, അവരും ഞങ്ങളുടെ ഫ്രണ്ടാ, നിങ്ങളും ഞങ്ങളുടെ ഫ്രണ്ടാ, അതുകൊണ്ട് എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു യു നോ ദാറ്റ് അതൊരു ഇഷാര, അതായത് സമസ്ദാർ കെ ലിയെ ഇഷാര കാഫിയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അറിയാവുന്നവർക്കൊരു ഇത് മാത്രം, ബാക്കി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. കാര്യം എന്തുകൊണ്ടാണ് ഈ പ്രൊവോക്കേഷൻ പാകിസ്ഥാൻ വരുത്തിയിരിക്കുന്നത്? ബിക്കോസ് ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. കാര്യം ഇന്ത്യയുടെ കൂടാണ് തീർച്ചയായിട്ടും US അല്ലെങ്കിൽ വേൾഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് അവർക്കൊരു ചെറിയൊരു മൈൽഡ് റിലീഫ് വന്നിരിക്കുന്നു. ആ ഒരു കാര്യം കൊണ്ടാണ് അവർ ഈ ഞെളിവിരി കൊള്ളുന്നത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ട് അവർക്കറിയാം. രണ്ടാമത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഫ്ലെഡ്ജ് വാർ അല്ലെങ്കിൽ അറ്റാക്ക് എന്ന് പറയുന്നത് വി ക്യാൻ ഗോ ഫോർ ഇറ്റ്, അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. പക്ഷേ നമുക്കാണ് ലോസ് ഇൻ ദ സെൻസ് നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നതിൽ അല്പം അവർ ഓൾറെഡി ഇല്ല. അപ്പം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതായത് ബേനസീർ സുൽഫിക്കർ അലി ഭൂട്ടോ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതായത് ഹം ഘാസ് ഖായെങ്കെ ഫിർ ഭി ഹസാർ സാൽ തക് ലഡേങ്കെ, അതായത് പുല്ല് തിന്നാണെങ്കിൽ പോലും ഞങ്ങൾ 1000 വർഷത്തോളം യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട്. അവർ ജിഹാദികളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ലോകത്ത് എവിടെയെങ്കിലും ജിഹാദി ഫാക്ടറി ഉണ്ടെങ്കിൽ ആ ജിഹാദി ഫാക്ടറി പാകിസ്ഥാനിലാണ് മേജർ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ നമ്മൾ ഈ പറയുന്നതിൽ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ തന്നെ തുറന്നു പറയുന്നു, 4 പതിറ്റാണ്ടോളം കാലം ഞങ്ങൾ ഈ അമേരിക്കയ്ക്ക് വേണ്ടി ഈ ഡർട്ടി പൊളിറ്റിക്സ്, ഈ ഡർട്ടി തിങ്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി തുറന്നു പറയണമെങ്കിൽ, അപ്പോൾ അത്രത്തോളം തുറന്നു പറയണമെങ്കിൽ എത്ര ആഴത്തിൽ, എത്ര വർഷങ്ങളായി, എത്ര ഇന്റൻസിറ്റിയിൽ അവർ ആ പരിപാടി ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമാണ്. നമ്മൾ ഇന്ന് പുൽവാമയിലേക്ക് പോയിരുന്നു. പുൽവാമയിൽ അവിടെ ഈ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിൽ പങ്കുള്ള എന്ന് സംശയിക്കുന്ന അഹസൻ അൽ ഹക്ക് എന്ന് പറയുന്ന ഒരാളുടെ വീട് തകർത്ത ദൃശ്യങ്ങളിലൊക്കെ പ്രേക്ഷകർ നമ്മൾ കാണിച്ചിരുന്നു. അങ്ങനെ അത്തരത്തിൽ പ്രാദേശികമായി ഏതെങ്കിലും തരത്തിൽ സഹായം നൽകിയിട്ടുള്ള ആളുകളുടെ വീട് തകർക്കുക എന്നുള്ളത് ഈ ദിവസങ്ങളും ഇന്നലെയും ഇന്നുമായി കാണുന്നു. മൊത്തം 5 വീടുകൾ ഇതിനോടകം സുരക്ഷാ സേന തകർത്തിട്ടുമുണ്ട്. ബൽറാം നെടുങ്ങാടി നമ്മൾ ഒരുമിച്ചാണ് പോയത്. ബൽറാം അപ്പൊ ഇന്ന് നമ്മൾ കണ്ടത് ഈ പറയുന്ന വീടുകൾ മൊത്തം 5 വീടുകൾ തകർത്തു. ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ തീവ്രവാദി ആക്രമണത്തിൽ പങ്കുള്ളവരോട് സീറോ ടോളറൻസ് എന്ന് പറയുന്ന നയപ്രഖ്യാപനമാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായി കാണുന്നത് ഈ താഴ്വാരത്തല്ലേ?
തീർച്ചയായും ഹാഷ്മി, ഈ ഒരു ഭീകരാക്രമണത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രാദേശിക ഭീകരരുടെ പങ്ക് എത്ര എന്നുള്ള ഒരു സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. തുടർന്നാണ് കൂടുതൽ വിവരങ്ങൾ, സാക്ഷിമൊഴികൾ, തെളിവുകൾ ലഭിച്ചതിൽ നിന്നും പ്രാദേശിക ഭീകരർക്ക് ഉൾപ്പെടെ പങ്കുണ്ട് എന്നും അവരുടെ പങ്കില്ലാതെ ഇത്തരത്തിൽ ആസൂത്രിതമായി ഒരു ഭീകരാക്രമണം നടത്താൻ കഴിയില്ല എന്നും ബോധ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീരിലെ പ്രാദേശിക ഭീകരരുടെ വേരറുക്കാനുള്ള ഒരു അവസരമാക്കി, അവർക്ക് കൃത്യമായി സന്ദേശം നൽകാനുള്ള ഒരു കാരണമാക്കി ഇതിനെ മാറ്റുന്നു. അവർക്ക് ശക്തമായ തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തുന്നത്. ഈ വീട് തകർക്കപ്പെട്ടവരിൽ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർ അടക്കമുള്ള 5 ഭീകരരുടെ വീടുകളാണ് തകർത്തിരിക്കുന്നത്. ഇവർ 3 പേർ പാകിസ്ഥാനിൽ പോയി ഈ ഭീകരവാദികൾ കേന്ദ്രങ്ങളിൽ നിന്നും പരിശീലനം തേടി തിരികെ എത്തിയവരാണ്. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കുന്ന നമ്മുടെ ഏജൻസികളുടെ പട്ടികയിലുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന ഭീകരവാദികൾ ഈ ഒരു ആക്രമണത്തിൽ പാകിസ്ഥാനിൽ നിന്നെത്തിയ ഈ ഭീകരരോടൊപ്പം ചേർന്നിരിക്കുന്നു. അവരോടൊപ്പം ചേർന്ന് ഈ മണ്ണിന്റെ, പിറന്ന മണ്ണിന്റെ എവിടെയാണോ ഭീകരാക്രമണം നടത്താൻ പറ്റുന്നത്, നിഷ്കളങ്കരായ ആളുകളെ എങ്ങനെ കൊന്നൊടുക്കാം എന്നതടക്കം അവർക്ക് ചോർത്തി നൽകി അവരുടെ ജീവൻ എടുത്തവരാണ്. അവർക്ക് കൃത്യമായ ഒരു സന്ദേശം ഈ സുരക്ഷാ ഏജൻസികൾ ഈ നടപടികളിലൂടെ നൽകുന്നു. വരും ദിവസങ്ങളിലും ഇത്തരം നടപടികൾ തുടരുമെന്ന് തന്നെയാണ് വിവിധ ഏജൻസികളും വ്യക്തമാക്കുന്നത്. ഹാഷ്മി, ബൽറാം, ഞാനും കൂടാണ് പുൽവാമയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയത്. നമ്മളിവിടെ കാണുന്ന കാഴ്ച അത് തന്നെയാണ്. മാത്രമല്ല ഇപ്പൊ ഇന്ന് പൊളിക്കപ്പെട്ട വീട് അഹ്സൻ അൽ ഹക്കിന്റെ ആ സ്ഫോടനത്തിൽ ചുറ്റുപാടുമുള്ള 10-15ഓളം വീടുകൾക്ക് കേടുപാടുണ്ടായിട്ടും അങ്ങനെ ഒരു വലിയ രോഷമോ ഒന്നും അവിടെ ഉയരുന്നില്ല. അപ്പോ ഏത് രീതിയിൽ ആളുകൾ ചിന്തിക്കുന്നു എന്നതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതുമാണ്. ശ്രീ ജോസഫ് ആന്റണി, ഇന്നിപ്പോ ആരാണ് ബിലാവൽ ഫൂട്ടോ പറയുന്നുണ്ട്. അവിടെ അത് വലിയ മൊത്തത്തിൽ ഇപ്പൊ പാക് നേതാക്കളുടെ ഭാഷ ഭീഷണിയുടെ ഭാഷയാണ്. സിന്ധു നദീതടത്തിലെ വെള്ളം നമ്മൾക്ക് തന്നില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോര ഈ പറഞ്ഞ സിന്ധു നദീതടത്തിലൂടെ ഒഴുക്കും എന്ന് പറയുകയാണ് ബിലാവൽ ഭൂട്ടോ. ഈ കരാർ റദ്ദാക്കലിൽ പാക് നേതാക്കൾക്കിടയിലുള്ള വലിയ ഫ്രസ്ട്രേഷൻ, വലിയ പാനിക്ക്, വലിയ ആശങ്ക അത് ഈ പറഞ്ഞ ആണവ ഭീഷണിയിലടക്കം പ്രകടമാകുന്നില്ലേ ശ്രീ ജോസഫ് ആന്റണി? താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം ബിലാവൽ ഭൂട്ടോ അങ്ങനെ പറഞ്ഞതിൽ നമ്മൾ അത്ഭുതപ്പെടത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ കേണൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1000 ദിവസം പട്ടിണി കിടന്നാലും അല്ലെങ്കിൽ പുല്ല് തിന്നാലും ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കും എന്ന് ഇന്ത്യയെ വെല്ലുവിളിച്ച ഒരു നേതാവിൻ്റെ ചെറുമകനാണ് അദ്ദേഹം അതിനങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്ക് അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിലനിൽക്കുന്ന സഖ്യകക്ഷി ഗവൺമെൻറ്റിലെ ഘടകകക്ഷിയുടെ നേതാവാണ്, പ്രസിഡൻ്റാണ് ബിലാവൽ ഭൂട്ടോ. അതിനേക്കാളൊക്കെ ഉപരിയായി ഈ സിന്ധു നദീജലം എന്ന് പറയുന്ന ആ സിന്ധു നദീയുടെ തീരത്താണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം. അദ്ദേഹം ലർക്കാന എന്ന് പറയുന്ന മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. ലർക്കാന മണ്ഡലത്തിൽ നമുക്കറിയാം മൊഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്, സിന്ധു നദീയുടെ സംസ്കാരം മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് ലർക്കാന മണ്ഡലത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രദേശവുമായി വളരെയധികം ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും അത്തരമൊരു പ്രതികരണം ഉണ്ടാവാതിരിക്കാൻ കഴിയത്തില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ കേണൽ സൂചിപ്പിച്ചതുപോലെ വളരെ ദുർബലമായ, സാമ്പത്തികമായും സൈനികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും ഒക്കെ ദുർബലമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എന്തെങ്കിലും തരത്തിലൊന്ന് പ്രതികരിച്ചാൽ അതിനെ ചെറുത്ത് നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഭയമുള്ളതുകൊണ്ടാണ് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫ് പോലെയുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ആണവായുധമുണ്ട് എന്ന് കൂടെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം, ഈ 1999 നമ്മളുമായിട്ട് സംഘർഷമുണ്ടായി, ഒരു ആണവായുധ പ്രയോഗമുണ്ടായില്ല. ആണവായുധം എന്ന് പറയുന്നത് അങ്ങനെ എടുത്ത് പ്രയോഗിക്കാൻ കഴിയുന്നൊരു സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനുള്ള ഡിറ്ററൻസ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു നീക്കം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും തടയാനുള്ള കേപ്പബിലിറ്റി, പാകിസ്ഥാനേക്കാൾ വളരെ ശക്തമായ കേപ്പബിലിറ്റി 3 തലങ്ങളിൽ നിന്നും, കടലിൽ നിന്നും കരയിൽ നിന്നും ആകാശത്തു നിന്നും അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി ആർജിച്ചു കഴിഞ്ഞ രാഷ്ട്രം കൂടിയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം നമ്മളെ സംബന്ധിച്ചില്ല. അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത് വളരെ വളരെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാ തരത്തിലും സാമ്പത്തികമായും രാഷ്ട്രീയമായും ദുർബലമായ ഒരു രാജ്യത്തിൻ്റെ വാസ്തവത്തിൽ ഈ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റായിട്ട് പറയുന്ന കാര്യമാണിത്. അതാണ് ഇതിൻ്റെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇതിൻ്റെ ടൈമിംഗ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ പോവുകയും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ നിൽക്കുകയും ചെയ്തപ്പോഴുള്ള ആ ടൈമിംഗ്, ഈ നിരപരാധികളായിട്ടുള്ള 26 ആളുകളുടെ ജീവൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ടൈമിംഗ് വളരെ പ്രധാനപ്പെട്ട. എന്താണ് ആ ടൈമിങ്ങിൻ്റെ പ്രാധാന്യം? ആ ടൈമിങ്ങിൻ്റെ പ്രാധാന്യം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പണ്ട് അമേരിക്ക നൽകിയിരുന്നത് പോലെയുള്ള സാമ്പത്തികമോ സൈനികമോ ആയിട്ടുള്ള സഹായങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ പാകിസ്ഥാന് അവർ നൽകുന്നില്ല.
അതുപോലെ തന്നെ സൗദി അറേബ്യയും നേരത്തെ നൽകിയിരുന്നത് പോലെ സാമ്പത്തിക സഹായവും ഒന്നും നൽകുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്നതിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി നിൽക്കുന്നതുകൊണ്ട് ലോകബാങ്കിൽ നിന്നും കിട്ടുന്ന ഗഡുക്കളായി കിട്ടുന്ന സമ്പത്ത് കൊണ്ട് മാത്രമാണ് ആ രാഷ്ട്രം മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ആ രാഷ്ട്രം മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ സൈന്യത്തെ നവീകരിക്കാൻ കഴിയുന്നില്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ രാഷ്ട്രീയമായി അമ്പെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഭരണം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിൽക്കുന്ന ഒരു ഭരണകൂടത്തെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി അസിം മുനീർ എന്ന് പറയുന്ന കരസേന മേധാവി നടത്തിയ ഓപ്പറേഷനാണിത്. നമുക്കറിയാം അസിം മുനീർ എന്ന് പറയുന്നയാൾ ISIയുടെ മേധാവിയായിരുന്ന ആളാണ്. ISIയുടെ മേധാവിയായിരുന്ന നമുക്കറിയാം ആരാണ് ഈ ഭീകരന്മാരെ, ജെയ്ഷെ മുഹമ്മദിനെ, ലഷ്കർ ഇ തൊയ്ബയും ഒക്കെ അടങ്ങുന്ന ഭീകര സംഘങ്ങളെ പാലൂട്ടി വളർത്തുന്നവരാണ്, പരിശീലിപ്പിക്കുന്നവരാണ്, ആയുധം കൊടുക്കുന്നവരാണ്, ISI ആണ്. അപ്പോൾ അങ്ങനെ ISIയുടെ നേതാവായിരുന്ന അസിം മുനീർ കരസേനാ മേധാവിയായി വന്നപ്പോൾ തന്നെ അദ്ദേഹം ശക്തനായ ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി നമുക്കറിയാം ഒരാഴ്ച മുമ്പ് നടത്തിയ പ്രസ്താവനയെ പറഞ്ഞു, ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാഷ്ട്രങ്ങളാണ്, രണ്ട് സംസ്കാരമാണ്, രണ്ട് ചരിത്രമാണ്, രണ്ട് മതമാണ്, എല്ലാ തരത്തിലും. അതായത് ഒരു പട്ടാള ഭരണാധികാരി ഒരു കാരണവശാലും പറയേണ്ടത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സേനയുടെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, രാജ്യത്തിൻ്റെ സുരക്ഷയുടെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, കാശ്മീരിൻ്റെ കാര്യമല്ല അദ്ദേഹത്തിൻ്റെ വിഷയം. അങ്ങനെ രീതിയിൽ എണ്ണ കോരിയിട്ട് അങ്ങനെ വിദ്വേഷ പ്രസ്താവന നടത്തിയ അസീം മുനീറിനെ ഇപ്പൊ കാണാനോ കേൾക്കാനോ ഇല്ല. ഇപ്പൊ പാകിസ്ഥാനിലെ ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇതിനോടകം പ്രതികരിക്കുന്നുണ്ട്. പലതും ഇന്ത്യ അപേക്ഷയാണെന്ന് കൂട്ടിക്കോ. പക്ഷെ ഇതിനൊക്കെ കാരണക്കാരനായ അസീം മുനീർ എവിടെയാണ്? അസീം മുനീറിന്റെ ഒരു പ്രതികരണം വരാനില്ല. അസീം മുനീർ അതിനുശേഷം ഏതെങ്കിലും പൊതുപരിപാടികൾ സംസാരിച്ചേ കേൾക്കുന്നില്ല. അസീം മുനീർ പ്ലാൻ ചെയ്യുന്നത് എന്താണ് ഇനി? ശ്രീ ജോസഫ് ആന്റണി, അല്ല, അസീം മുനീർ നമുക്ക് അവരെ നമുക്ക് പിന്നെ നിസ്സാരമായി കാണാൻ കഴിയത്തില്ല. നമുക്കറിയാമല്ലോ, പിന്നെ നമ്മുടെ ഈ TV പോൾ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസ് എക്സ്പെർട്ട് ഉണ്ട്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, വാറിയർ സ്റ്റേറ്റ്, യുദ്ധരാഷ്ട്രം, പാകിസ്ഥാനെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ്. അപ്പോൾ പാകിസ്ഥാനെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട്. 1996 ബെനസീർ ഭൂട്ടോ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ റാവൽപിണ്ടി സന്ദർശിക്കുന്നു. റാവൽപിണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം, പട്ടാള സേനയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ് അവിടെ. അവരവിടെ സന്ദർശിച്ചപ്പോൾ അന്ന് ലഫ്റ്റനൻറ്റ് ജനറലായിരുന്നു പെർവേസ് മുഷാറഫ്. ലെഫ്റ്റനൻറ്റ് ജനറൽ ഇവരോട് പറഞ്ഞു, ബെനസീർ ഭൂട്ടോയോട് പറഞ്ഞു, കാശ്മീരിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ അത്ര ശ്രദ്ധയൊന്നും വരുന്നില്ല, കാശ്മീർ ഒന്ന് മങ്ങിക്കിടക്കുകയാണ്, അവിടെ നമ്മൾ എന്തെങ്കിലും കാര്യമായി ചെയ്യണം എന്ന് 1996 പറഞ്ഞപ്പോൾ അവരതിനെ ഇഗ്നോർ ചെയ്തു. അങ്ങനെ ഇഗ്നോർ ചെയ്തെങ്കിലും പർവേസ് മുഷറഫ് ഇഗ്നോർ ചെയ്തില്ല. അങ്ങനെയാണ് 1999 നവാസ് ഷെരീഫിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ കാർഗിലിൽ പട്ടാളക്കാരെ അയച്ച് അദ്ദേഹം കാർഗിൽ യുദ്ധം തുടങ്ങി വെച്ചത്. എന്ന് പറഞ്ഞാൽ ഈ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം സംഘർഷം എന്ന് പറയുന്നത്, അത് പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരായി കാശ്മീരിനെതിരായിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് പട്ടാളത്തിൻ്റെ അജണ്ടയാണ്. അവിടെ നമുക്കറിയാം അവിടുത്തെ പ്രതിരോധ നയങ്ങൾ, അവിടുത്തെ വിദേശ നയങ്ങൾ, അവിടുത്തെ ബജറ്റ്, ഈ 3 കാര്യങ്ങളും സുപ്രധാനങ്ങളായിട്ടുള്ള 3 കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനിലെ പട്ടാളമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അസീം മുനീറിനെ നമ്മളിപ്പോൾ കാണുന്നില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം ഇപ്പോഴും ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്, വാസ്തവത്തിൽ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന ആൾ നിസ്സഹായനാണ്. രാഷ്ട്രീയ നേതൃത്വം തന്നെ നിസ്സഹായമാണ്. അവരിങ്ങനെ ചില പ്രസ്താവനകൾ നടത്തുന്നുള്ളതല്ലാതെ ബിഹൈൻഡ് ദ കട്ടൻ്റെ പുറകിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ രാഷ്ട്രീയത്തെ അതിശക്തമായി നിയന്ത്രിക്കുന്നതും നടത്തുന്നതുമാണ്. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാൻ കാരണം അസീം മുനീർ മറ്റെന്തോ ഒരു ദുഷ്ടബുദ്ധിക്ക് പിന്നാലെയാണോ എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ, ISI ബന്ധം നോക്കുമ്പോൾ മറ്റെന്തോ ദുഷ്ടബുദ്ധി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിന്റെ അധികാരം പിടിച്ചെടുക്കുക തുടങ്ങിയ അദ്ദേഹത്തിന്റെ ചിരകാലാഭിലാഷത്തിലേക്കുള്ള വഴി തെളിക്കാനുള്ള എന്തെങ്കിലും നീക്കത്തിലാണോ എന്നൊരു സംശയം തോന്നി. അതുകൊണ്ട് ചോദിച്ചാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഇവിടെ ഹായ് ഭായ്, ആജാ आजा भाई, बोलो नाम क्या है? नाम है ज़ोहर अहमद। पहलगाम का रहने वाला। अभी टूरिस्ट भी नहीं है? नहीं, अभी नहीं है। कैसा था पहले? बहुत अच्छा था। जब से अटैक हुआ है तब से बहुत प्रॉब्लम हो गया पहलगाम को, क्योंकि डिपेंड इसी पे था, टूरिस्ट पे डिपेंड था। अच्छा, बाकी आना चाहिए, बाकी नॉर्मल अभी हालात सब कुछ अभी ठीक है। बाकी ऐसा कभी नहीं हुआ पहलगाम में, ये हमने पहली बार देखा। मतलब जब से टूरिस्ट आ रहा है हमने भी पहली बार ऐसे देखा। जिन्होंने भी ये किया बहुत गलत किया। अच्छा, बहुत गलत किया, उनको ये नहीं करना था। ऐसे पहलगाम पहले बार देखा? हाँ, पहली बार देखा। टूरिस्ट बिना, शौक के बिना अच्छा नहीं है, टूरिस्ट के बिना इधर अच्छा नहीं लगता है। बहुत जुल्म हो गया। कैसा इनकम आ रही है टूरिस्ट? अच्छा आ रहा था, अपना घर बार चल रहा था, पेट चल रहा था, ठीक था। लेकिन जब से हुआ है बहुत गलत हो गया पहलगाम के साथ। पहलगाम के साथ नहीं, पूरा कश्मीर के साथ हो गया गलत। मतलब इंसानियत का कत्ल हो गया जिन्होंने अटैक किया, बहुत गलत किया। बाकी थैंक यू। ठीक है, एवरीथिंग ऑल राइट, सब ठीक हो गया? ठीक होगा। हाँ भाई, कैसा है पहलगाम? अस्सलाम वालेकुम। अस्सलाम। कैसा है पहलगाम? गोले वाला सब पहलगाम बढ़िया है, खूबसूरत पहलगाम है।
कश्मीर में पहलगाम बड़ी जगह है देखने के लिए, पोर्ट पॉइंट है, जगह अच्छा है। तो जनाब हम घोड़े वाला है, सब बढ़िया पहलगाम है हमारा कश्मीर है, पहलगाम बढ़िया जगह है। टूरिस्ट भी नहीं आए हैं। टूर भी नहीं आते सर जी, उस तो ऐसे पंगा हो गया 22 तारीख से हम घोड़े पर मजदूर अपना रोज रोज कमा रहा सब, हम गरीब मालिक घोड़ा चला सब जी, इसलिए ये सब चेंज होगा, टूरिस्ट अभी आएगा इंशाल्लाह आएगा। हम गरीब, हाँ जी इंशाल्लाह गरीब है, सब ठीक हो भाई, सब ठीक हो। और आना चाहिए सब। हम गरीब, हम रोज रोज चलाया था सब, हम गरीब इंसान बूढ़ा इंसान घोड़ा के काम, घोड़ा मालिक का मजदूरी करता ठीक है। है, डैडी का 300 मिलता है साहब। अच्छा, ഓക്കെ സാർ, सब ठीक हो, सब ठीक हो। അപ്പൊ അതാണ് ഇവിടുത്തെ പഹൽഗാം നിവാസികളുടെ പ്രതികരണം. നമ്മൾ അച്ഛാ, അപ്പോ ഈ ചരിത്രത്തിൽ ആദ്യമാണ് പഹൽഗാം ഇത്തരത്തിൽ ആരോരുമില്ലാതെ ഒരു മനുഷ്യമില്ലാതെ കാണുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടില്ലാത്തതാണ് എന്ന് പറയുന്നത് ഇവർ മാത്രമല്ല. നമ്മളിവിടെ ഒന്ന് സംസാരിക്കുന്ന പഹൽഗാം നിവാസികളെ മനുഷ്യരൊക്കെ പറയുന്നുണ്ട് അവരുടെ ആകെയുള്ള വരുമാനം അത് മാത്രമാണ്, അതിലാണ് അവർ കഞ്ഞിയിൽ പാറ്റുവാരി ഇടുക എന്നൊക്കെ പറയുന്നത് പോലെ അതിന്റെ മൂർധാവിനടിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ടു ഗ്രൗണ്ട് സീറോ പഹൽഗാം. സന്ധ്യ വാര്യർ, ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവോ പ്രതിപക്ഷമോ അല്ല. അത് ആവശ്യപ്പെടുന്ന സുബ്രഹ്മണ്യ സ്വാമി മാത്രമാണ്. ആ ആവശ്യം ഇതുവരെ, പണ്ട് മുംബൈ ഭീകരാക്രമണത്തിന് സമയത്ത് നരേന്ദ്രമോദിയൊക്കെ ആവശ്യം ഉന്നയിച്ച പോലെ ആവശ്യം, രാഷ്ട്രീയ ആവശ്യം ഇതുവരെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. അത് അങ്ങനെ ഉണ്ടാവുകയും ചെയ്യരുത്. ഈ സമയത്ത് നമ്മൾ രാഷ്ട്രീയം നോക്കാതെ രാജ്യത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ഒരേ ഹൃദയത്തോടെ, രാജ്യത്തിനെതിരെ ഒരാൾ വന്നാൽ അതിനകത്ത് രാഷ്ട്രീയമൊന്നും ഇല്ലല്ലോ, രാജ്യത്തിനെതിരെ വരുന്നവരെ നേരിടുക എന്നുള്ളതാണ് ഒറ്റ മനസ്സോടെ, അതിൽ രാഷ്ട്രീയമില്ല. അതിൽ നല്ല കാര്യം, പ്രതിപക്ഷത്തിന് അഭിനന്ദനങ്ങൾ അക്കാര്യത്തിൽ. പക്ഷെ സന്ദീപ് വാര്യർ, ഇവിടെ ഇതിന് കാരണക്കാർ, അങ്ങേയറ്റത്തെ ബാർബാറിക്ക്, അങ്ങേയറ്റത്തെ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ കാരണക്കാരായ ആളുകൾക്ക്, ഈ പറയുന്ന 5 തീവ്രവാദികൾക്ക്, അവരെ പറഞ്ഞുവിട്ടവർക്ക്, അതിനി കസൂരി ആണെങ്കിൽ കസൂരിക്ക് അപ്പുറത്താരെങ്കിലും അയാൾ, അവരെയൊക്കെ ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുക എന്ന കാര്യത്തിൽ ഒരു നോ ഡൗട്ട്, ഒരു തർക്കം അക്കാര്യത്തിലില്ല. അതിന്റെ ഭാഗമായി സൈന്യം ചില നടപടികളിലേക്കൊക്കെ പോകുന്നുണ്ട്, ആലോചന നടക്കുന്നു, നയതന്ത്രപരമായി അതിലുള്ള ചർച്ചകൾ നടക്കുന്നു, പാകിസ്ഥാനെ പരമാവധി പ്രതിരോധത്തിലാക്കുന്ന നടപടികൾ, അതൊക്കെ നടക്കുമ്പോൾ തന്നെ സമാന്തരമായി ഇവിടെ എന്തുണ്ടായി എന്നതുകൂടി നമ്മൾ പരിശോധിക്കണ്ടേ സന്ദീപ് വാര്യർ? ഇവിടെ ജൂണിൽ തുറക്കേണ്ട വാലി ഏപ്രിൽ തുറന്ന് ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നു. പെർ ഡേ 1000-2000 ആളുകൾ കയറിപ്പോകുന്ന സ്ഥലത്ത് ഒരു സൈനിക സാന്നിധ്യമോ ഒരു പോലീസ് സാന്നിധ്യമോ ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറയുന്നു. അവിടെ സംഭവം ഉണ്ടായി, വിളിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് എത്താൻ വല്ലാതെ വൈകി എന്ന് പറയുന്നു. പക്ഷേ അത്ര നേരത്തെ എത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കാഷ്വാലിറ്റി ഇത്രത്തോളം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്നു. 1.5 മണിക്കൂർ ചോര വാർന്ന് കിടന്ന കാര്യം ഇവിടെ കൊച്ചിയിലെ നമ്മുടെ സൈനികന്റെ സഹോദരി പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയമായി അതിനെ ഉന്നയിക്കുന്നതിനപ്പുറം കറക്റ്റ് വളരെ ഷാർപ്പായ സെക്യൂരിറ്റി ഓഡിറ്റ് ഈ വിഷയത്തിലും നടക്കേണ്ട സമയം തുടങ്ങിയില്ലേ സന്ദീപ്? കശ്മീർ അതിലേക്ക് വരും മുമ്പ്, ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ന്യൂക്ലിയർ ത്രെറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടല്ലോ. പാകിസ്ഥാൻ ഇതുപോലെയുള്ള ഒരു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിയിട്ട് കാലം കുറയായി. ഒരുപാട് കാലമായി നമ്മുടെ രാജ്യത്തെ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ പാകിസ്ഥാൻ അതിനുള്ള ശേഷിയൊന്നുമില്ല എന്നുള്ളത് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവരുടെ കയ്യിൽ ന്യൂക്ലിയർ ആർസണലുണ്ട്, അവരുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും അത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ പോലൊരു രാജ്യത്തെ നേരിടാനുള്ള കരുത്തൊക്കെ പാകിസ്ഥാനുണ്ട് എന്ന് ആരും കരുതുന്നില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയുടെ മാപ്പിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ബാക്കി ഉണ്ടാവില്ല, ഗ്ലോബൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമേ ബാക്കി ഉണ്ടാവില്ല എന്നുള്ളത് നമ്മളെക്കാൾ നന്നായി അവർക്കറിയാം. ഇന്ത്യയുടെ തിരിച്ചടി അത്രമേൽ ശക്തമായിട്ടുള്ളതായിരിക്കും. ഇന്ത്യൻ ആർമിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ഇന്ത്യയുടെ 3 ഫോഴ്സിലും അതിന് കേപ്പബിളാണ്. ആ കാര്യത്തിൽ നമ്മൾ വളരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുമെന്നുള്ളതിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. ഇവിടെ നടന്നിട്ടുള്ളത് രാജ്യത്തിനെതിരായിട്ടുള്ള അതിക്രമമാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കടന്നു വന്ന് നിരപരാധികളായിട്ടുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെ അതിനിഷ്ഠൂരമായ രീതിയിൽ അവരെ വധിച്ച ഭീകരർക്കെതിരായി രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അവിടെ തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഗവൺമെന്റിന് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ നടപടിയെടുക്കൂ, എത്ര ശക്തമായ നടപടിയെടുത്തോളൂ, പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിശക്തമായിട്ടുള്ള നടപടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടുള്ളത്, പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടുള്ളത്. ഒരു ബ്ലാങ്ക് ചെക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സർക്കാർ എടുക്കുന്ന പാകിസ്ഥാനെതിരായിട്ട് തീവ്രവാദത്തിനെതിരായിട്ട് എടുക്കുന്ന എല്ലാ നടപടികൾക്കും പരിപൂർണമായ പിന്തുണ കൊടുക്കും. ഈ സമയത്ത് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് അന്താരാഷ്ട്ര തലത്തിൽ കേൾക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ രാജ്യം ഭരിക്കുന്ന സർക്കാരും പ്രതിപക്ഷത്തെ അതുപോലെ തന്നെ മുഖവിലേക്ക് എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്.
പ്രതിപക്ഷത്തെ മുഖവിലക്കെടുക്കുകയും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കുകയും ചെയ്യേണ്ടത് രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ കൂടി ചുമതലയാണ്. നമുക്ക് 94-ൽ ഏതാണ്ട് സമാനമായ സാഹചര്യങ്ങളിലൂടെ രാജ്യം കടന്നുപോയ സമയത്ത് അന്ന് ഭരിച്ച സർക്കാർ, നരസിംഹറാവു സർക്കാർ, ആരെയാണ് ഐക്യരാഷ്ട്രസഭയിലേക്ക് അയച്ചത്? അന്നത്തെ പ്രതിപക്ഷ നേതാവിനെയാണ് അയക്കുന്നത്, അടൽ ബിഹാരി വാജ്പേയിയാണ് അയക്കുന്നത്. രണ്ട് പേര്, നരസിംഹറാവു ആണെങ്കിലും അടൽ ബിഹാരി വാജ്പേയി ആണെങ്കിലും അവർ സ്റ്റേറ്റ്സ്മെൻസ് ആയിരുന്നു, അവരൊരു വലിയ ഇന്ത്യൻ പൊളിറ്റിക്സിലെ സ്റ്റാൾവേർഡ്സ് ആയിരുന്നു. അവർക്ക് അത്തരത്തിൽ നിലപാടെടുക്കാൻ സാധിച്ചു. ഇവിടെ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ സർക്കാർ തയ്യാറാകണം. ഒപ്പം അങ്ങ് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ആക്രമണം നടന്ന ദിവസം തന്നെ ആക്രമണത്തിന് ഇരകളാക്കപ്പെട്ടവർ ചോദിക്കുന്നുണ്ട്. ഒരു ചെറിയ കുട്ടി, സ്വന്തം പിതാവിനെ നഷ്ടപ്പെട്ട ഒരു ചെറിയ കുട്ടി ചോദിക്കുന്നുണ്ട്, 2 സൈനികരെയെങ്കിലും അവിടെ നിർത്താമായിരുന്നില്ലേ? ഒന്ന് ആ ചെറിയ കുട്ടി ചോദിക്കുന്നത് കേട്ടിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാത്ത ആരാ ഉള്ളത്? ആ ചെറിയ കുട്ടി പറയുന്നുണ്ടല്ലോ, 2 സൈനികരെങ്കിലും നിങ്ങൾക്ക് അവിടെ നിർത്താമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും അത്തരം ചോദ്യങ്ങൾ ഉയരുമല്ലോ. ഇവിടെ ഈ തീവ്രവാദത്തിനെതിരായിട്ടുള്ള നടപടികളിൽ നമുക്ക് വേണ്ടത് സ്ട്രാറ്റജിയാണ്, സ്ലോഗൻസ് അല്ല വേണ്ടത്. ഇവിടെ സ്ലോഗൻസ് ആണ് ഉണ്ടാകുന്നത്. കാശ്മീരിൽ ഇതാ ടൂറിസം ബൂം ചെയ്യുന്നു, കാശ്മീർ വലിയ ആർട്ടിക്കിൾ 370 അബ്രഗേറ്റ് ചെയ്തതിനു ശേഷം കാശ്മീർ സമാധാനപരമായി എന്നൊക്കെ സ്ലോഗൻസ് മുഴക്കുന്നതിന് പകരം സ്ട്രാറ്റജി വേണം. കൗണ്ടർ ടെററിസം സ്ട്രാറ്റജി വേണം. ഇവിടെ കൗണ്ടർ ടെററിസത്തിന്റെ സ്ട്രാറ്റജി ഉണ്ടാകുന്നില്ല, പരാജയപ്പെടുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് കേവലം വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ GD ബക്ഷിയെ പോലെയുള്ള പ്രതിരോധ വിദഗ്ധർ പരസ്യമായിട്ട് ഇത്രയും കാലം മോദി സർക്കാരിന് വലിയ പിന്തുണ കൊടുത്തിരുന്ന ബക്ഷിയെ പോലെയുള്ള ആളുകൾ റിപ്പബ്ലിക് പോലെയുള്ള ചാനലിൽ വന്നിരുന്നു പറയുന്നത് നമ്മൾ കേട്ടല്ലോ. 1,80,000 സൈനികരുടെ എണ്ണം കുറച്ചു, ഗ്രൗണ്ടിൽ ഫോഴ്സ് ഇല്ല. അപ്പൊ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ സൈനികരുടെ എണ്ണം കുറച്ചത് എന്തിനാണ് എന്ന് ബക്ഷിയെ പോലെയുള്ള സൈനിക വിദഗ്ധർ ചോദിക്കുകയാണ്. സംഘപരിവാറിനെ BJPയെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചിരുന്നവരാ ചോദിക്കുന്നത്. നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയെ വിട്ടോളൂ. സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് വാപോയ കോടാലിയാണ്. അദ്ദേഹം പലതും പറയും, അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലപ്പുറം അവരുടെ തന്നെ ക്യാമ്പിൽ നിന്ന് ഉയർന്ന വിമർശനങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ സൈനിക വിദഗ്ധർ ഇക്കാര്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പഹൽഗാമിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടു? അവിടെ സെക്യൂരിറ്റി ലാബ്സ് വന്നിട്ടില്ലേ? സെക്യൂരിറ്റി ലാബ്സ് വന്നു എന്നുള്ളത് ഗവൺമെന്റ് തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നോക്കൂ, ഇവിടെ അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി, അല്ലെങ്കിൽ അമിത്ഷാ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരെ കുറിച്ച് ആദ്യം പറയാം. അമിത്ഷാ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ കുതന്ത്രങ്ങൾ മെനയാൻ വിദഗ്ധനാണ്. രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ, ഏജൻസികൾ ഉപയോഗിച്ച് വേട്ടയാടാൻ വിദഗ്ധനാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ തകർക്കാൻ, ഏതറ്റം വരെയും പോകാൻ ശേഷിയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയം പയറ്റുന്നയാളാണ്. ഇതെല്ലാം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ അമിത്ഷാ ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് ഒരു സമ്പൂർണ്ണ പരാജയമാണ്. 2020 അമിത്ഷായുടെ മൂക്കിന് ചുവട്ടിലാണ് ഡൽഹിയിൽ കലാപം ഉണ്ടാകുന്നത്, നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അവിടെ ട്രംപ് വരുന്ന സമയത്ത് അവിടെ കലാപം ഉണ്ടാകുന്നു, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ മണിപ്പൂരിൽ കലാപം ഉണ്ടാകുന്നു, വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ത്യക്ക് കളങ്കമായി മണിപ്പൂർ കലാപം മാറി. അമിത്ഷായ്ക്ക് അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇവിടെ NRC നടപ്പിലാക്കുമെന്ന് പാർലമെന്റിനകത്തും പുറത്തും പ്രസംഗിച്ച് നടന്ന് രാജ്യത്ത് മതപരമായ ഡിവൈഡ് ഉണ്ടാക്കാൻ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി നേതൃത്വം കൊടുത്തു. പക്ഷേ വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ U-ടേൺ അടിച്ചു പോയി. എന്നിട്ട് പേര് വിളിക്കുന്നതോ ചാണക്യൻ എന്ന്. അപ്പൊ ഈ ചാണക്യൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യത്ത് ഈ പറയുന്ന രീതിയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ പരാജയം സംഭവിക്കുന്നു എന്നുള്ള സംബന്ധിച്ച് അവർ മറുപടി പറയണം. അമിത്ഷാ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു കനത്ത പരാജയമാണ്, അതിന് തർക്കവും വേണ്ട. അദ്ദേഹം ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം ഇങ്ങനെ തിരിച്ചടി കൊടുക്കും എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. ഇത് സംഭവിക്കാതെ നോക്കേണ്ടിയിരുന്നു. ഇന്ത്യൻസ് പരാജയം സംഭവിച്ചിട്ടുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന് പോലും അറിവില്ലാതെ നേരത്തെ ടൂറിസം സെന്റർ തുറന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ത്യൻസ് ഫെയിലിയർ അല്ലേ? നോക്കൂ, കാശ്മീരിലെ ആന്റി ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ്. അവിടുത്തെ ജമ്മു കാശ്മീർ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ലഫ്റ്റനന്റ് ഗവർണർക്കാണ്, അണ്ടർ ഹോം മിനിസ്ട്രിയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കാണ് പൂർണ്ണമായിട്ടും സെക്യൂരിറ്റി ലാബ്സിന്റെ ഉത്തരവാദിത്വം പറയുന്നത്. നോക്കൂ, എൻഡ് ഓഫ് ദി ഡേ ആരെങ്കിലും ഒക്കെ അക്കൗണ്ടബിൾ ആവണ്ടേ? സമ്മൺ ഹാസ് ടു ബി അക്കൗണ്ടബിൾ. ഇവിടെ ആരും അക്കൗണ്ടബിൾ ആവുന്നില്ല എന്നുള്ളതല്ലേ പ്രശ്നം. ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ഭീകരാക്രമണം നടന്നിട്ട് രാജ്യം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ആരെങ്കിലും അക്കൗണ്ടബിൾ ആയിരിക്കണം. സെക്യൂരിറ്റി ഫോഴ്സിന് ലീഡർഷിപ്പ് മാത്രമല്ല, പൊളിറ്റിക്കൽ ലീഡർഷിപ്പും അക്കൗണ്ടബിൾ ആണ്. അപ്പോൾ നേരത്തെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തൊക്കെ വലിയ തോതിൽ വാചക കസർത്ത് നടത്തിയിട്ടുള്ള ആളുകളല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് അക്കൗണ്ടബിലിറ്റി അന്നത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ഇവിടെ ആ ഒരു അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ ഇന്നത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളത് താങ്കൾ ചോദിച്ചത് പ്രസക്തമായ കാര്യമാണ്. ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട സമയം തന്നെയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യരുതെന്ന് പറയുന്നു. രാഷ്ട്രീയം ചർച്ച ചെയ്യരുതെന്ന് പറയുന്നതിനൊപ്പം ഒരു കാര്യം കൂടി പറയണം, മതം ചർച്ച ചെയ്യരുത്. ഇവിടെ നോക്കൂ, ഈ പ്രധാനപ്പെട്ട ഇത്രയും ഗുരുതരമായിട്ടൊരു സംഭവം നടന്ന് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് കാശ്മീരികൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഇവിടെ മതം പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ മാറ്റി നിർത്താനും കാശ്മീരി യുവാക്കൾക്ക് നേരെ, കാശ്മീരി വിദ്യാർത്ഥികൾക്ക് നേരെ ഡെറാഡൂണിലടക്കം ആക്രമണം നടത്താനും ആരാ മുതിരുന്നത്? ഏത് സംഘടനകളാണ് മുതിരുന്നത്?
ഏത് ഫ്രിഞ്ച് എലിമെന്റ്സാണ് മുതിരുന്നത്? ആരാ അവരെ നിയന്ത്രിക്കുന്നത്? ആരുടെ കൈകളിലെ കളിപ്പാവുകളാണ് സംഘടനകൾ? നമുക്കറിയുന്നതല്ലേ. ഇവിടെ കേരളത്തിലെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം മലയാളികളായിട്ടുള്ള സംഘപരിവാർ പ്രവർത്തകർ നടത്തുന്ന വിഷലിപ്തമായ പ്രചരണങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? മതം പറഞ്ഞുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്. എൻ്റെ കയ്യിൽ സ്ക്രീൻഷോട്ടുകൾ ഇരിക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ BJPയുടെ IT സെല്ലിൽപ്പെട്ട ഒരു പെൺകുട്ടി വളരെ നിന്ദ്യമായ ഭാഷയിൽ മുസ്ലിം വിഭാഗത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ആലുവയിൽ ഇത് പരാതി കൊടുത്തിട്ടുണ്ട്. ആലുവ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മറ്റ് പല സംഘടനകളും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു പെൺകുട്ടി നടത്തിയിട്ടുള്ള വിഷലിപ്തമായ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സമയത്തും BJPക്ക് അകത്തുള്ള ആളുകൾ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഇതിനെ ഉപയോഗിക്കുന്നു. ഇത് ശരിയാണോ? നിങ്ങൾ രാഷ്ട്രീയം പറയരുതെന്ന് പറയുന്നതിനൊപ്പം മതം കൂട്ടിക്കലർത്തരുത്. കാശ്മീരിൽ 5 or 6 തീവ്രവാദികൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ 10 or 20 പേർ, ഇനി ഗൂഢാലോചനയടക്കം ഒരു 100 പേർ നിങ്ങളുടെ വാദത്തിന് വേണ്ടി നമ്മുടെ ഈ രാമചന്ദ്രന്റെ മകൾ ആതിര എനിക്ക് 2 സഹോദരന്മാരെ കിട്ടി എന്നൊക്കെ പറഞ്ഞതിന് എന്തുമാത്രം മോശം പ്രതികരണങ്ങൾ അവർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നേരിടുന്നു നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അവിടെ കൃഷ്ണദാസ് സന്ദീപ് പറഞ്ഞതിന് മറുപടി പറഞ്ഞോളൂ. ഈ പറയുന്ന വിദ്വേഷ പ്രചാരണത്തിലടക്കം കാര്യം നാട് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഏതെങ്കിലും തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയേണ്ടവർ അവരുടെ നേതൃത്വങ്ങൾ തന്നെയാണ്. അതിന് മറുപടി പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതിശക്തമായ തിരിച്ചടിയാണ് എന്ന് പറയുമ്പോൾ പോലും ഹു ഈസ് അക്കൗണ്ടബിൾ എന്ന ചോദ്യം കൂടി ഉയർന്നു വരണ്ടേ അടു കൃഷ്ണദാസ്? അതിനുള്ള മറുപടി കൂടി ഭരണകൂടവും നേതൃത്വങ്ങളും പറയേണ്ടതില്ലേ അടു കൃഷ്ണദാസ്? ഹാഷ്മി, ഇതില് പ്രത്യേകിച്ച് അക്കൗണ്ടബിൾ അല്ല എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞോ? അങ്ങനെ ഇല്ലല്ലോ. നമ്മുടെ രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ സംബന്ധിച്ചാണെങ്കിലും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിലും അവരെ പാലുകൂട്ടി വളർത്തുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതോടൊപ്പം തന്നെ അവർക്കൊരു പ്രതലം സൃഷ്ടിക്കാൻ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ എന്തൊക്കെ ചെയ്താലും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ അവിടെ സംരക്ഷിക്കാനുണ്ട്, ഞങ്ങൾ അവർക്ക് വേണ്ടി വാദിക്കാനുണ്ട്, ഞങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി സമൂഹത്തിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി റെഡിയായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആളുകളെയും ഒക്കെ ഈ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ രാജ്യത്ത് ഒരു തീവ്രവാദ ആക്രമണം നടത്തിയതിനു ശേഷം രാജ്യത്ത് സമാധാനപരമായി ഇവിടെ പോയിട്ടുള്ള ആളുകൾക്ക് നേരെ, നിരായുധരായിട്ടുള്ള ആളുകൾക്ക് നേരെ അക്രമം നടത്തി അവരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ രാജ്യത്ത് നിന്ന് പോകുന്ന കൃഷ്ണദാസ് ആര് പിന്തുണച്ചു? ആര് പ്രതിരോധിക്കി? നിങ്ങൾ ചുമ്മാ ആകാശത്തേക്ക് വെടിവെക്കല്ലേ? ആരെന്ന് കൃത്യമായി പേര് പറയും. ആരാ പിന്തുണച്ചത്? പേര് പറയുമെന്ന് ചോദിക്കുന്നത്. അല്ല, ഞാൻ അങ്ങനെ ആരുടെയെങ്കിലും ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇപ്പൊ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. ഹാഷ്മിക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഉത്തരം പറയാം. അങ്ങനെയല്ല, ഒരു ചർച്ചയല്ലേ ഇത്? ഉത്തരം പറയാതിരിക്കുന്നത് നിങ്ങൾ ഉത്തരം പറയില്ല. നിങ്ങൾ ഇവിടെ ഇന്ത്യയിലെ നിങ്ങൾ മറുപടി പറയില്ലെന്നാ? അതെവിടുത്തെ പരിപാടിയാ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് തൽക്കാലത്തൊക്കെ എനിക്ക് ഒരാളുടെ അഡ്വൈസ് അക്കാര്യത്തിൽ ആവശ്യമില്ല. ആവശ്യമുള്ളപ്പോൾ ഞാൻ പറയാം. അല്ല, നിങ്ങൾ ബാക്കിയുള്ളവർക്ക് നമ്മുടെ രാജ്യത്തേക്ക് തീവ്രവാദം നടത്തുക ഇന്ത്യയിൽ ആരാ പിന്തുണയ്ക്കുന്നത്? അല്ല, എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല കേട്ടോ. കൃഷ്ണദാസ് പറയൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏപ്രിലിൽ ഈ രാജ്യത്ത് സാധാരണഗതിയിൽ ജൂണിലാണ് തുറക്കാറുള്ളത്. ഏപ്രിൽ തുറന്ന കാര്യം ആരും അറിഞ്ഞില്ല എന്നൊക്കെ പറയാവോ? അങ്ങനെയാണെങ്കിൽ അതിന് കൊടുക്കേണ്ടുന്ന വില എത്രയാണ്? നമ്മുടെ 26 പാവങ്ങളുടെ വില കൊടുക്കേണ്ടി വന്നു കൃഷ്ണദാസ്. കാശ്മീർ എന്ന് പറയുന്ന ആ സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇല്ലാത്ത തരത്തിൽ ഏകദേശം 2.5 കോടിയോളം വരുന്ന ആളുകൾ നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ്. അത്രയും ആളുകൾ ആ സംസ്ഥാനം സന്ദർശിക്കുകയും അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് ആ സംസ്ഥാനം മാറിയിരിക്കാൻ കോൺഗ്രസിന്റെ ഭരണകാലഘട്ടങ്ങളിൽ പതിറ്റാണ്ടുകളോളം കാശ്മീരിലേക്ക് സാധാരണക്കാരുടെ കാലുകുത്താൻ, അവിടെ ത്രിവർണ്ണ പതാക ഉയർത്താൻ,
ത്രിവർണ്ണ പതാകയുമായി പോയി അവിടെ ദേശീയ പതാക ഉയർത്താൻ കഴിയാതിരുന്ന സംസ്ഥാനമാണെന്നുള്ള ആലോചിക്കണം. ആ സംസ്ഥാനത്ത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പോകാനും അവിടെ സമാധാനപരമായി സന്ദർശനം നടത്താനും അവിടെ സ്ഥലം വാങ്ങാനും അവിടെ ബിസിനസ് ചെയ്യാനും ആ കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് തെരുവിലിറങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെന്തിനാ പ്രക്ഷോഭം നടത്തിയത്? അവിടെ സമാധാനപരമായി ജീവിക്കാൻ, അവർക്ക് കച്ചവടം നടത്താൻ, അവർക്ക് സമാധാനപരമായി അവരുടെ ബിസിനസ് നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏതാണ്ട് പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ ഭരണ കാലഘട്ടങ്ങളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള രാജ്യമായി അതിനെ സൃഷ്ടിച്ചുകൊണ്ട് കാശ്മീരിനെ മറ്റൊരു രാജ്യത്തിന്റെ പദവി കൊടുത്ത് അവിടെ വലിയ സമാധാനക്കേടുണ്ടാക്കി അവിടുത്തെ ആളുകളെ തീവ്രവാദത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിൽ പാലൂട്ടി വളർത്തി അങ്ങനെയുള്ള സംഘടനകൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത് ആ സംഘടനകളോട് സമരസപ്പെട്ട് നിന്നിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് മാറി ശക്തമായിട്ട് കൃഷ്ണദാസ് 26 പേരുടെ ജീവൻ പൊലിഞ്ഞ് താഴ്വാരം നിൽക്കുകയാണ് ഞാൻ. ഇവിടെ ഇപ്പോഴും കാതോർത്താൽ ആ നിസ്സഹായ മനുഷ്യരുടെ ആർത്തനാദങ്ങൾ നമുക്ക് കേൾക്കാം. എന്റെ ചോദ്യം ശ്രീ കൃഷ്ണദാസ്, എന്റെ ചോദ്യം, ഇവിടെ നേരത്തെ ബിൽ ക്ലിന്റൺ വരുമ്പോൾ ഒരു സിഖ് കൂട്ടക്കൊല ഉണ്ടാകുന്നു, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക SOP ഉണ്ടാകുന്നു. ആ SOP എന്താണ്? അത്തരത്തിൽ പ്രധാന ലോക നേതാക്കൾ സന്ദർശിക്കുമ്പോൾ ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രത്യേക സുരക്ഷയെക്കുറിച്ചാണ് SOP. ഒന്നും പാലിക്കപ്പെട്ടില്ല ഇവിടെ. അത് യാഥാർത്ഥ്യമാണ് കൃഷ്ണദാസ്. അതിന് മറുപടി പറയണ്ടേ? അതിനുകൂടി മറുപടി പറയണ്ടേ നമ്മൾ ചരിത്രം പറയുമ്പോ? നമ്മുടെ രാജ്യത്ത് ഒരു ചെറിയ വിരലനക്കാൻ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന തയ്യാറായാൽ അതിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എന്താ സംശയമുള്ളത്? കാശ്മീർ, എനിക്ക് കാശ്മീർ ഒറ്റ കാര്യമേ തിരിച്ചു പറയാനുള്ളൂ. മിനിങ്ങാന്ന് കാശ്മീരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, എത്രയോ ആളുകൾ കണ്ടിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണത്. അങ്ങടക്കമുള്ള ആളുകൾക്ക് ഈ രാജ്യത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനത്തോട് സമരസപ്പെടാതെ അതിനോട് ഒരു തരിമ്പും അതിനോട് ഏതെങ്കിലും തരത്തിലുള്ള അനുകമ്പ പ്രകടിപ്പിക്കാതെ ആ തീവ്രവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് അങ്ങ് നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, അത് കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ രാജ്യത്ത് ഓരോ ആളുകളുടെയും മനസ്സാണല്ലോ സൂചിപ്പിക്കുന്നത്. അതിന് ഏതെങ്കിലും തരത്തിൽ വെള്ളം ചേർത്തുകൊണ്ട്, അതിന് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് വലിപ്പിക്കാം, അതിന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തൽക്കാലത്തേക്ക് ഒരു കുറ്റം പറയാം, ആ തരത്തിലേക്കുള്ള ചർച്ചയിലേക്കൊന്നും കടക്കാൻ തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യത്തിനെതിരെ നമ്മുടെ സൈന്യത്തിൽ, നമ്മുടെ പട്ടാളത്തിൽ നമുക്ക് വിശ്വാസക്കുറവ് എന്തിനാണ്? നമുക്ക് 100% വിശ്വാസമുണ്ട്. നമ്മുടെ രാജ്യത്തേക്ക് കടന്നു കയറിയ നമ്മുടെ പാവം നിരപരാധികളെ തോക്കിന് മുൻപിൽ കൊന്നൊടുക്കുന്നവരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന പരമാവധി വാക്കുകളിൽ, ഇപ്പൊ നമുക്ക് ഒരു പൊതുസദസ്സിൽ പറയാൻ കഴിയുന്ന വാക്കുകൾക്ക് ഒരു പരിധി ഉണ്ടല്ലോ. തെറിവാക്ക് പറയാൻ കഴിയില്ല. ഒരു പൊതുസദസ്സിൽ തെറിവാക്ക് പറയാൻ കഴിയാമെങ്കിൽ തെറിവാക്ക് പറയാനും മടിയില്ലാത്ത ആളാണ് ഞാൻ, ശ്രീ കൃഷ്ണദാസ്. അതിനൊരു മടിയില്ല. നമ്മുടെ ചോദ്യം അതല്ല. നമ്മുടെ ചോദ്യം അതൊരു ഭാഗമാണ്. അവരെ കൊന്നൊടുക്കുക എന്നുള്ളത് അജണ്ട തന്നെയാണ്, ഒരു തർക്കം അക്കാര്യത്തിലില്ല. അതിനിപ്പുറത്തുണ്ടായ സെക്യൂരിറ്റി ലാപ്സിനെ കുറിച്ച് കൂടി ഇനിയൊന്നും ഉണ്ടാവാതിരിക്കാൻ അത് പഠിക്കേണ്ടതുണ്ടെന്ന് പറയുകയാണ് ഞാൻ. ഹാഷ്മി, നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ ആ തരത്തിലുള്ള ഒരു നടപടിയിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ടെങ്കിൽ, അതിൽ ഏതെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രതിപക്ഷ നേതാക്കന്മാരടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചകളിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള വിശദീകരണങ്ങളിലെല്ലാം ഇതിനെ സംബന്ധിക്കുന്ന വിശദീകരണങ്ങൾ സർക്കാർ നടത്തിയല്ലോ. എന്തുകൊണ്ട് സർക്കാർ അത് നടത്തുന്നു? പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അത് അഡ്രസ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ്. അതൊരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തം സർക്കാർ നിറവേറ്റും. അത് ആഭ്യന്തര വകുപ്പാണെങ്കിലും പ്രതിരോധ വകുപ്പാണെങ്കിലും അത് വിദേശകാര്യ വകുപ്പാണെങ്കിലും അത് കൃത്യമായി നിറവേറ്റിക്കൊണ്ട് മുഴുവൻ ആളുകളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട്, പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ടുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യം ഒരു പൊതുവായിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടി പോവുകയല്ലേ? നമ്മുടെ രാജ്യം ഒരു പൊതുവായിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടി പോകുന്ന സമയത്താണ് ഏതെങ്കിലും തരത്തിൽ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളുണ്ട്. ഇപ്പൊ ഇന്ന് ഞാൻ അതിൽ തർക്കമില്ല. ഇല്ല, അതിൽ തർക്കമില്ല. നമ്മുടെ രാജ്യം പൊതുവായ മുന്നേറ്റത്തിനൊപ്പം തന്നെയാണ്. അതിന് ഞാൻ പറയുന്നത് മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോഴേക്കും മൻമോഹൻ സിംഗ് രാജിവെക്കണം പ്രതിപക്ഷത്തിന് എപ്പോഴെങ്കിലും ഉണ്ടായി? ഇല്ല. പ്രതിപക്ഷം അത് 100% ഹൃദയത്തിൽ ഉൾക്കൊണ്ട് സർക്കാർ കൂടെ നിൽക്കുന്നു. ഹാഷ്മി ആ ചർച്ചയിലേക്കൊന്നും പോകണ്ട. അത് ആ ചർച്ച നടക്കുന്ന സമയത്ത് അത് പറഞ്ഞ സാഹചര്യം ഏതാണെന്നുള്ളതും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിലെ ചില ക്യാമ്പസുകളിൽ ഉയർന്നിട്ടുള്ള പോസ്റ്ററുകൾ ഏതൊരാൾക്കും നമുക്ക് രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാം, ഏതൊരാൾക്കും നമുക്ക് സംശയങ്ങൾ ഉന്നയിക്കാം, ഏതൊരു സംഘടനയെ സംബന്ധിച്ചും അവർക്ക് ഈ രാജ്യത്തെ സെക്യൂരിറ്റി ലാപ്സുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കാം. ആരും തെറ്റ് പറയുന്നില്ലല്ലോ. പക്ഷെ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഈ രാജ്യത്ത് അതിന് നേതൃത്വം കൊടുക്കുന്ന, തീവ്രവാദ പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനോട് സമരസപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളം വെച്ച് കൊടുക്കാനും അവരോടൊപ്പം നിൽക്കാനുമുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതിനെ വച്ചുപൊറിപ്പിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനെ വച്ചുപൊറിപ്പിക്കാൻ ഈ രാജ്യത്തെ ഏജൻസികൾ തയ്യാറാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ സർക്കാർ എടുത്ത ചടുലമായിട്ടാണ് നിലപാടുകൾ പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയ വിമർശനമാക്കരുത്. നമ്മുടെ ഇനിയൊന്നും ആവർത്തിക്കാതിരിക്കാനുള്ള സൗദ്ദേശപരമായ നിലപാട് ഞാൻ പറയാം.
ശരി 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 സന്ദീപ് അങ്ങനെ സെക്യൂരിറ്റി ലാബ്സിനെ പറ്റി ചോദ്യം ഉന്നയിച്ചാൽ ആർക്കെങ്കിലും വളം വെക്കലാണോ? ഏതെങ്കിലും നിലപാടിൽ വെള്ളം ചേർക്കലാണോ? അശ്മി, ഇവിടെ എന്താ സംശയമുള്ളത് കാശ്മീർ? ആ നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിരിക്കുന്നു, ആ നിലപാട് മറ്റുള്ള ആളുകൾ സ്വീകരിച്ചിരിക്കുന്നു, ആ നിലപാട് കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ലേ സ്വീകരിച്ചത്? എവിടെ സ്വീകരിക്കാത്തത്? എവിടെ നിലപാട് സ്വീകരിക്കാത്തത്? അല്ലല്ല ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് പറഞ്ഞു. സന്ദീപ് നിങ്ങൾ ഒരു നിലപാടും പറയുന്നില്ല. ഇപ്പൊ കൃത്യമായി ചോദ്യം ചോദിച്ചല്ലോ, ഒന്ന് സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടോ ഇല്ലയോ, ഉണ്ടോന്നോ ഇല്ലയോ എന്ന് ബി ജെ പിയുടെ പ്രതിനിധി മറുപടി പറയുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ ഉണ്ടെന്നുള്ള വ്യക്തമാണ്. ഹൂ ഇസ് അക്കൗണ്ടബിൾ ആയിട്ട് ഒരാൾ വേണ്ടേ? സമ്മൺ ഹാസ് ടു ബി അക്കൗണ്ടബിൾ. അപ്പൊ അത് ആരാണ് അക്കൗണ്ടബിൾ? ഹോം മിനിസ്റ്റർ അല്ലേ? എന്തുകൊണ്ട് അദ്ദേഹത്തെ അത് പറയാൻ ബി ജെ പി തയ്യാറാവുന്നില്ല? എന്തുകൊണ്ട് അമിത്ഷാ രാജിവെക്കാൻ തയ്യാറാവുന്നില്ല? സ്വാഭാവികമായിട്ട് തയ്യാറാവേണ്ടതാണ്, അക്കൗണ്ടബിൾ ആവേണ്ടതാണ്. 2, 3 അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ? അദ്ദേഹം ഇവിടെ ബാക്കിയുള്ളവർക്ക് മേൽ മുഴുവൻ സംശയത്തിന്റെ നിഴൽ അല്ലെ? ഒരു സെക്കൻഡ്, എക്കോ വരുന്നു. അദ്ദേഹം ബാക്കിയുള്ളവർക്ക് മേൽ മുഴുവൻ സംശയത്തിന്റെ നിഴൽ വീഴ്ത്തിയിട്ട് അങ്ങനെ കടന്നു പോവുകയാണ്. ഇവിടെ കുറെ ആളുകൾ ഇതാ കാശ്മീരിലെ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ആളുകളുണ്ട്, അതിൽ കാശ്മീർ തീവ്രവാദത്തിന് അല്ലെങ്കിൽ ഈ കൊലപാതകം ചെയ്ത തീവ്രവാദികളെ അനുകൂലിക്കുന്നവരുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അവരാരാണ്? ഇനി അങ്ങനെ ആളുണ്ടെങ്കിൽ പിടിച്ച് അകത്തിടാൻ അമിത്ഷാ പിന്നെ എന്തിനാണ് ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്നത്? അങ്ങനെ രാജ്യത്ത് ആരാ പിന്തുണയ്ക്കുന്നത്? ആരും അങ്ങനെ പിന്തുണയ്ക്കുന്നവരുണ്ടെങ്കിൽ പിടിച്ച് അകത്തിടുന്നേ. നിങ്ങൾ വെറുതെ ആളുകളുടെ മേൽ സംശയത്തിന്റെ ഈ നിഴലിങ്ങനെ നിർത്താതെ, ആളുകളെ നിർത്താതെ, രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. കാശ്മീരിലെ ജനങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയ തോതിൽ ഈ വിഷയത്തിൽ എല്ലാവരും നിങ്ങൾ എന്തിനാണ് സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾ വരുമ്പോ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയണ്ടേ? അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ പറയണ്ടേ? ശ്രീ എ കെ ആന്റണിയും ശ്രീ ശശി തരൂരും വാചകങ്ങൾ കേൾക്കാത്ത കോൺഗ്രസുകാരാണ് ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. Someone has to be accountable. സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരും ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ. ഏറ്റവും മിനിമം എ കെ ആന്റണിയും ശശി തരൂരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ അവരോടൊപ്പം ആ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടാ പറയുന്നത്. നേതാക്കന്മാർ കൃത്യമായ ഈ അക്രമം ഉണ്ടായതിനെ കുറിച്ച്, തീവ്രവാദ പ്രവർത്തനം നടന്നതിനെ കുറിച്ച് ശ്രീമാൻ എ കെ ആന്റണി ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ ബി ജെ പി നിലപാട് പറഞ്ഞാൽ മതി. നിങ്ങൾ ബി ജെ പിയുടെ കാര്യം പറയാ, നിങ്ങൾ ബി ജെ പിയുടെ കാര്യം, കോൺഗ്രസിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം. ചരിത്രപരമായ പറഞ്ഞതും ശശി തരൂർ ഈ മണ്ടത്തരം മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ട് മറുപടി പറയാൻ സമ്മതിക്കാതിരിക്കുന്നത് മണ്ടത്തരം മുഴുവൻ വിളിച്ചു പറഞ്ഞ് മറുപടി പറയാൻ സമ്മതിക്കാതിരിക്കും. പ്രസിഡന്റിനുണ്ടോ? സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായെന്നുള്ള അഭിപ്രായം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണോ? സെക്യൂരിറ്റി ലാബ്സ് അഭിപ്രായം ഉണ്ട്, ലോകത്തിന് മുഴുവൻ അഭിപ്രായം ഉണ്ട്. സന്ദീപിന്റെ മാത്രം അഭിപ്രായമൊന്നുമല്ല. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ചരിത്രപരമായ വിഡ്ഢിത്തരം ഇദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? കാശ്മീരിലെ തീവ്രവാദം മുഴുവൻ ഇതാ മോദി ഗവൺമെന്റ് സമയത്ത് അങ്ങ് അവസാനിപ്പിച്ചു എന്നാ പറഞ്ഞത്. മോദി ഗവൺമെന്റ് കാലത്ത് നടന്ന അക്രമങ്ങളുടെ സീരീസ് ഓഫ് അറ്റാക്കിന്റെ കാര്യം ഞാൻ പറയാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ബി ജെ പി സ്ഥിരമായി പറയുന്ന കാര്യമാണ്, കാശ്മീരി പണ്ഡിറ്റുകളെ താഴ്വരയിൽ നിന്ന് ഓടിച്ചപ്പോ കോൺഗ്രസ് ഒന്നിച്ചില്ലെന്ന്. കാശ്മീരി പണ്ഡിറ്റുകളെ താഴ്വരയിൽ നിന്ന് ഓടിച്ചത് ഏത് കാലത്താ? നിങ്ങളൊന്ന് മറുപടി പറ. 1989 അന്ന് ഈ രാജ്യം ഭരിക്കുന്ന ആരാ? ബി ജെ പി പിന്തുണയോടുകൂടി വി പി സിംഗ് ഭരിക്കുന്ന കാലം. അതേ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സർക്കാർ കാശ്മീരിലുണ്ട്. നിങ്ങൾ തന്നെ കാശ്മീരും നിങ്ങൾ തന്നെ കേന്ദ്രവും ഭരിക്കുന്ന കാലത്ത് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് അവിടുന്ന് അഭയാർത്ഥികളായിട്ട് ഓടേണ്ടി വന്നു. അന്നാണ് കാശ്മീരിന്റെ ദുരവസ്ഥ തുടങ്ങുന്നത്. പിന്നീട് 6 വർഷക്കാലം വാജ്പേയി ഭരിച്ചിട്ടുള്ള ഈ രാജ്യം എന്തേ അന്നൊന്നും ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ പോയത്? അതായത് മോദി വാജ്പേയിക്കാൾ മിടുക്കനായതുകൊണ്ടാണോ? അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? വാജ്പേയി മോശക്കാരനായതുകൊണ്ടാണോ 6 വർഷക്കാലം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാതെ പോയത്? അവിടെ തീവ്രവാദി ആക്രമണം ഉണ്ടായത്. ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അവിടെ വലിയ തീവ്രവാദി ആക്രമണം ഉണ്ടായത്. അമർനാഥ് തീർത്ഥാടകരെ കൂട്ടക്കൊല ചെയ്തത് അതും വാജ്പേയി മോശക്കാരനായതുകൊണ്ടാ? അപ്പൊ നിങ്ങൾ അങ്ങനെ പറയല്ലേ? അപ്പൊ മോദി മാത്രമാണോ ബി ജെ പിയുടെ ഏക പ്രധാനമന്ത്രി? 6 കൊല്ലം വാജ്പേയി ഭരിച്ചിട്ടുണ്ടല്ലോ.
അത് ചരിത്രത്തെ കുറിച്ച് ഒരു ശരി, നമുക്ക് ചരിത്രത്തിലേക്ക് അധികം പോകാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ചരിത്രത്തിലേക്ക് വിശദമായിട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ സമയം അറിയില്ല. എനിക്ക് കാശ്മീരി പണ്ഡിറ്റുകളെ രാജ്യത്ത് ശരി എവിടുന്ന് ഓടിക്കുന്നത്? കാശ്മീരി പണ്ഡിറ്റുകളെ കാശ്മീരി ഓടിക്കുന്നത് BJP പിന്തുണയോടെ VP സിംഗ് ഭരിക്കുന്ന കാലത്താ. എന്നിട്ട് VP സിംഗ് സർക്കാരിലെ പിൻവലിച്ചില്ലല്ലോ. രാമരഥയാത്ര ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് അവിടുന്ന് ആട്ടി ഓടിച്ചപ്പോ നിങ്ങൾ പിൻവലിച്ചില്ല. അതാണ് BJPയുടെ ചരിത്രം. ഓക്കെ സന്ദീപ്, മോഹനപിള്ള ഇവിടെ പഹൽഗാം ടൗണിൽ കറണ്ട് പോയിരിക്കുകയാണ്. ഇവിടെ കടുത്ത ഇരുട്ടാണ് എന്ന് പറഞ്ഞാൽ കനത്ത ഇരുട്ടാണ്. ഇവിടെ കണ്ണിൽ കുത്തിയാൽ അറിയാത്ത രീതിയിലുള്ള പ്ലീസ് അരുത് നമുക്ക് ചരിത്രത്തിലുള്ള സമയമില്ല. ഇല്ല അരുത് നമുക്ക് ചരിത്രത്തിലുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. ക്ഷമിക്കണം. ശ്രീ മോഹനപിള്ള ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വലിയ ഇരുട്ടാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ അതിസങ്കീർണമായ ഒരു പ്രകൃതിയാണ്, അതിസങ്കീർണമായ കോംപ്ലക്സ് ആയ പ്ലീസ് മോഹനപിള്ള ഈ മലനിരകളൊക്കെ അങ്ങേയറ്റം കോംപ്ലക്സ് ആയ അങ്ങേയറ്റം ദുർഘടമായ മലനിരകളാണ്. പറഞ്ഞു കേൾക്കുന്നത് ഈ പറഞ്ഞ തീർപ്പഞ്ചാൽ മേഖലയിൽ ഈ തീവ്രവാദികൾ ഉണ്ട് എന്നാണ് ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നത്. അവിടെ ഒരുപാട് ഹൈഡൌട്ടുകൾക്കുള്ള പോസിബിലിറ്റി ഉള്ള സ്ഥലമാണെന്ന് കേൾക്കുന്നു. ശ്രീ ബ്രിഗേഡ് മോഹനപിള്ള, ഇവിടെ മനുഷ്യ സാധ്യമായതിന്റെ പരമാവധി ഇത്തരത്തിൽ ഇവരെ കണ്ടെത്താൻ വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒരു പോസിറ്റീവ് ആൻസർ, ഒരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ഈ മണിക്കൂറിൽ ഈ ദിവസങ്ങളിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കാവോ ശ്രീ ബ്രിഗേഡ് മോഹനപിള്ള? തീർച്ചയായിട്ടും. കാര്യം ഇപ്പോഴത്തെ ആർമി ലീഡർഷിപ്പ് എടുത്തിരിക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് അത് ഒരു പോസിറ്റീവായിട്ടാണ്. കാര്യം ഇന്റേണലി ഉള്ളിലുള്ള കംപ്ലീറ്റ് ANE ആൻറ്റി നാഷണൽ എലമെൻസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുക, അവരെ സെപ്പറേറ്റ് തിരഞ്ഞുപിടിച്ച് എലിമിനേറ്റ് ചെയ്യുക. അതായത് അത് പണ്ട് മുതലേ നേരത്തെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ആർമി ചീഫൊക്കെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി തരുന്ന ഒരു ഡിസിഷനാണ്. ഇഫ് എനിബഡി വിത്ത് എ വെപ്പൺ ഷൂട്ട് ഹിം ഡൗൺ, ദർ ഇസ് നോ നീഡ് ഓഫ് ഹാൻഡിങ് ഓവർ ടു ദ പോലീസ്. ഒരു കാര്യവുമില്ല. ഇഫ് എനിബഡി വിത്ത് എ വെപ്പൺ ഹി ഈസ് എ ടെററിസ്റ്റ്, നോ ഡൗട്ട് ഇൻ ഇറ്റ്. അവൻ വെപ്പണും കൊണ്ട് വരുന്നവൻ ഒരിക്കലും ഗാന്ധി മാർഗം വരാനായിട്ട് വരുന്നതല്ലല്ലോ. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ലൈഫ് വിൽ ബി അറ്റ് സ്റ്റേക്ക്. അതുകൊണ്ട് ആ ഒരൊറ്റ പോളിസി മാത്രം മുന്നോട്ട് കൊണ്ടുപോയി ആ ടോട്ടലി ഇപ്പോൾ ഒരു കാര്യം ഈ 2-3 ദിവസം കൊണ്ട് നമ്മൾ ആക്ഷൻസ് കാണുന്നു. അത് കാണുന്നത് പറഞ്ഞാൽ ഗവൺമെന്റിനെ വിമർശിക്കുമല്ല. കാര്യം ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ LET കമാൻഡർ വരുന്നു, കുറെ ആൾക്കാർ ഒത്തിരി ടെററിസ്റ്റുകളെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതുവരെ എന്തായിരുന്നു നടന്നത് കുറെ നാളുകളിലേക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴാണ് ആക്ഷൻ കൂടുതൽ നടക്കുന്നത്. ഇത് നേരത്തെയും ആകാമായിരുന്നു, ഒരു സംശയവുമില്ല. അപ്പം എന്തൊക്കെയോ ഒരു ലാപ്സ് ഉണ്ടായി. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു മെയിൻ പോയിന്റ് ഞാൻ അത് ഓപ്പണായിട്ട് എല്ലാ ചർച്ചയിലും പറയാറുള്ളതാണ്. അന്നും മിസ്റ്റർ സന്ദീപ് എനിക്ക് എതിരായിരുന്നു. ഞാൻ അഗ്നിവീർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വി ആർ ഗോയിങ് ടു ഫേസ് എ മേജർ ചലഞ്ച് ബിക്കോസ് ഓഫ് അഗ്നിവീർ. അന്നേരം എല്ലാവരും എന്നെ ഓപ്പോസ് ചെയ്തു. അന്ന് ജനറൽ ബക്ഷി ഓഫ് കോഴ്സ് ഹി വാസ് അഗൈൻസ്റ്റ് അഗ്നിവീർ. അത് തീർച്ചയാണ്. ഈ ഒരൊറ്റ കാര്യങ്ങളാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ആഷ്മി ഒരേ ഒരു വഴിയേ നമ്മുടെ മുന്നിലുള്ളൂ. കാര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനുള്ള ആക്ഷൻസ് നടക്കുന്നുണ്ട്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബലൂചിസ്ഥാനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പണി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതാണ് മെയിനായിട്ട്. കാര്യം അമേരിക്ക ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും. ദേ വിൽ നെവർ ബി വിത്ത് അസ് US. ദാറ്റ് ഈസ് 100% ഷുവർ. അതുകൊണ്ട് അത് ഒരു സൈഡിൽ ഇതുകൊണ്ട് നമ്മൾ മറ്റുള്ള ആംഗിളിൽ പോവുക. അതുപോലെ സെലക്റ്റീവ് ടാർഗറ്റ്, ഫുൾ ഫ്ലഡ്ജ് വാർ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല ആസ് ഓഫ് നൗ. സെലക്റ്റീവ് ടാർഗറ്റ്, ഇപ്പൊ സെലക്റ്റീവ് ടാർഗറ്റും അല്പപ്രയാസമാണ്. കാര്യം അവർക്ക് 2 ബാലാക്കോട്ടും അതുപോലെ സർജിക്കൽ സ്ട്രൈക്കും കഴിഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും അവർ നേരത്തെ തന്നെ ബൗണ്ടറിയിലുള്ള റേഞ്ചേഴ്സിനെ പുൾ ബാക്ക് ചെയ്തിട്ട് ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഒരു സ്ട്രൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ കാമാൻ കൂളായിട്ട് നിൽക്കുന്നത്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ്. അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. ശ്രീ ജോസഫ് ആന്റണിയും ഇവിടെ നമ്മൾ രാജ്യം എന്നുള്ള നിലയ്ക്ക്, രാജ്യത്ത് മുറിവേറ്റ പൗരന്മാരെന്നുള്ള നിലയ്ക്ക് ലോകരാജ്യങ്ങളുടെ പിന്തുണ ശരിയാവണ്ണം അർഹിക്കുന്ന സമയമാണ്. എപ്പോഴും തീവ്രവാദത്തിനെതിരെ പോരാട്ടം രാജ്യത്തിനൊപ്പം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ട്രംപിൽ നിന്നും ഇന്ന് അനുകൂലമായ മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ട്രംപ് പറയുന്ന അവിടെ ഇവിടെ കാലുവെക്കുകയാണ്. 2 പേരും ഞങ്ങളുടെ സുഹൃത്തുക്കളാണെന്ന് പറയുകയാണ്. ആ 2 രാജ്യം തമ്മിൽ പ്രശ്നം അവർ തീർത്തോളും എന്ന് പറയുകയാണ്. 2 പേരും എന്റെ ബെടാ ദോസ്തുക്കളാണ് എന്നാണ് ട്രംപ് പറയുന്നത്. പോട്ടെ, ട്രംപിന്റെ സ്വഭാവം. ശ്രീ ജോസഫ് ആന്റണി, ഇവിടെ നമ്മൾ ഇതിനോടകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15 നേതാക്കളുമായി ഫോണിൽ സംസാരിക്കുകയും നമ്മുടെ പക്കലുള്ള പാകിസ്ഥാൻ ബന്ധം ആരോപിക്കപ്പെടാൻ കഴിയുന്ന കൃത്യമായ തെളിവുകൾ അവരെ ബോധ്യപ്പെടുത്തുകയും നമ്മുടെ വിക്രം മിസ്ത്രി 50ഓളം ലോകത്തെ വിവിധ
വിദേശകാര്യ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും നമ്മുടെ കയ്യിലുള്ള ഈ പറഞ്ഞ ഹ്യൂമൻ ഇന്റലിജൻസ്, ടെക്നിക്കൽ ഇന്റലിജൻസ്, അതല്ലാതെ പാക് പങ്കിനുള്ള തെളിവുകൾ സമർപ്പിക്കപ്പെട്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഇനി നയതന്ത്ര മേഖലയിലുള്ള നമ്മുടെ അത്തരത്തിലുള്ള ലോകരാഷ്ട്രങ്ങളെ ബോധ്യം അതുകൂടി പ്രധാനമാണല്ലോ ശ്രീ ജോസഫ് ആന്റണി. അപ്പോൾ അത് ഏത് എക്സ്റ്റൻറ്റിൽ എത്രത്തോളം മുന്നോട്ടേ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും, എത്രത്തോളം നമുക്കത് മുന്നോട്ടേ കൊണ്ടുപോകണം ശ്രീ ജോസഫ് ആന്റണി? അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആഗോള ഭീകരവാദത്തിൻ്റെ തലസ്ഥാനമാണെന്ന് ലോകത്ത് ആർക്കും ഇപ്പോൾ സംശയമില്ല. അക്കാര്യത്തിൽ സംശയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായപ്പോൾ അമേരിക്ക ഉൾപ്പെടെ നമ്മുടെ അയൽരാജ്യങ്ങൾ ഏതാണ്ട് എല്ലാം, പാകിസ്ഥാൻ ഒഴികെയുള്ള അയൽരാജ്യങ്ങൾ എല്ലാം ഉൾപ്പെടെ നമുക്ക് പിന്തുണ നൽകുന്നൊരു സാഹചര്യം, ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ നമുക്ക് പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യക്ക് മുറിവേറ്റിരിക്കുന്നു. ആ മുറിവേൽപ്പിച്ചതിൽ പാകിസ്ഥാന് ഒരു നിർണായകമായ സ്ഥാനമുണ്ട് എന്ന് ഇൻഡയറക്റ്റായിട്ട് സമ്മതിക്കുന്നതിന് തുല്യമാണ് ആ നടപടി. എന്നാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന നടപടി എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്തുണ്ട് എന്ന് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ കാരണം അതിനെ തുടർന്ന് നമ്മൾ ചില നടപടികൾ എടുക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയിട്ടായിരിക്കും തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യ വകുപ്പ് മന്ത്രിയും വിദേശകാര്യ വകുപ്പ് സെക്രട്ടറിയും ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എംബസി ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രത്തലവന്മാരെയും വിദേശകാര്യ മന്ത്രിമാരെയൊക്കെ ബന്ധപ്പെടുന്നതിൻ്റെ കാരണം അതായിരിക്കും. അത് തീർച്ചയായിട്ടും അടുത്ത് വരാൻ പോകുന്ന നമ്മുടെ നടപടിയുടെ, അപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ നമുക്ക് അവിടെ അന്തർദേശീയ തലത്തിലും ഐക്യരാഷ്ട്ര സംഘടനയിലും നമുക്ക് പിന്തുണ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് എന്ന് കരുതി യാതൊരു സംശയമില്ല. പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് ഇവിടെ ഹാഷ്മി ഉന്നയിച്ച വളരെ സുപ്രധാനമായ ഒരു വിഷയത്തിന് ശരിക്കും ചർച്ച ചെയ്യപ്പെടാതെ പോയി എന്നുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് കാര്യം പറയണം. പഹൽഗാമിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. പഹൽഗാമിൽ നമ്മൾ ഈ രാജ്യമൊട്ടാകെ നമ്മുടെ ഈ സംഘം ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ പഹൽഗാമിനെ കുറിച്ച് കൂടി ചിന്തിക്കണം. പഹൽഗാമിൻ്റെ പ്രാധാന്യം, പഹൽഗാമിൽ പ്രത്യേകിച്ച് ബൈസരൻ താഴ്വരയുടെ പ്രാധാന്യം എന്താണ്? താങ്കളിപ്പോൾ അവിടെ നിൽക്കുകയാണ്. ബൈസരൻ താഴ്വര എന്ന് പറയുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ്. അതായത് കാശ്മീർ സന്ദർശിക്കുന്ന ആളുകൾ, പഹൽഗാം സന്ദർശിക്കുന്ന ആളുകൾ അവിടെ പോകാൻ താല്പര്യമുള്ള സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ ഇപ്പോൾ ലഭിക്കുന്ന വിനോദസഞ്ചാര വരുമാനത്തിൽ ലഭിക്കുന്ന ഒരു പ്രദേശം പഹൽഗാമാണ്. കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. എന്തായാലും അതിമനോഹരമായ താഴ്വര, അതിമനോഹരമായ എന്താണ് സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന സ്ഥലം തന്നെയാണ്, തർക്കമില്ല. സാറിനോട് ക്ഷമിക്കണം, ഈ ഇടവേളയിൽ പോണതുകൊണ്ടാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാർഗിൽ യുദ്ധത്തിലടക്കം പാകിസ്ഥാൻ അവരുടെ പങ്ക് നിരാകരിച്ചതാണ്. മുംബൈ ഭീകരാക്രമണ സമയത്തും ഇത് ഇപ്പോൾ പറഞ്ഞു കേട്ട മട്ടിൽ തന്നെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ആലുവ മണപ്പുറത്തുള്ള പരിചയം പോലും ഞങ്ങൾക്ക് അവരൊന്നുമില്ല എന്നവർ വെറുതെ പറഞ്ഞവരാണ്. സമാനമായ രീതിയിൽ മറ്റൊന്നുകൂടി സംഭവിക്കുന്നു. ഇന്നിപ്പോൾ പാക് പ്രധാനമന്ത്രി നേരത്തെ പാക് മിലിറ്ററി ചീഫ് പറയുന്നത് പോലെ കാശ്മീർ ഞങ്ങളുടെ ജുഗുലാർ വെയിനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രൊവോക്കേഷൻ മനഃപൂർവ്വം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15 ലോകരാഷ്ട്രങ്ങളുമായി ഫോണിൽ സംസാരിക്കുകയും നമ്മുടെ പക്കലുള്ള കൃത്യമായ തെളിവുകൾ, ഇതിനോടകം പുറത്തു വന്നതും പുറത്തു വരാത്തതുമായ കൃത്യമായ തെളിവുകൾ ആ ലോകരാഷ്ട്ര നേതാക്കളെ ബോധ്യപ്പെടുത്താനും വിക്രം മിസ്രി വിദേശകാര്യ സെക്രട്ടറി 50ഓളം വിദേശകാര്യ എംബസി ആൾക്കാരുമായി സംസാരിക്കുകയും ഈ പറയുന്ന തെളിവുകളൊക്കെ അവരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ശ്രീ ജോസഫ് ആന്റണി പറയുന്നത് പോലെ അത് ചില മുന്നൊരുക്കമാണ്, അത് കേവലം ബോധ്യപ്പെടുത്തൽ മാത്രമല്ല, നമ്മൾ ചില നീക്കങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചന തന്നെയാണത്. അപ്പോൾ ആ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനുള്ള സാധൂകരണം, അതിനുള്ള ന്യായീകരണം, ഞങ്ങളുടെ ഭാഗത്തെ ന്യായം ഈ തെളിവുകളാണ് എന്നവരെ നേരത്തെ പറഞ്ഞു നിർത്താണ്. അപ്പോൾ എന്തായാലും നമ്മൾ പഹൽഗാമിൽ ഇവിടെ നിൽക്കുകയാണ്. പഹൽഗാമിൽ ഒരിക്കൽ കൂടി വരണം എന്ന ആഗ്രഹമുണ്ട്. അന്ന് വരുമ്പോൾ ഇവിടെ ഈ താഴ്വര സങ്കടത്തിന്റെ താഴ്വര ആവാതിരിക്കട്ടെ. അന്ന് വരുമ്പോൾ വിനോദസഞ്ചാരികൾ നിറയെ ഉണ്ടാവട്ടെ. പഹൽഗാം നിവാസികളുടെ മുഖത്ത് ചിരിവിരിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ജീവൻ പൊലിഞ്ഞ് 26 പേർക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.